हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवनपुरेशन की जय ഗുരുവായൂർ മഞ്ജരീസിലെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓക്കേനാ? നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. ഇന്ന് പുറത്താ ക്ലാസ്, കാരണം ചെന്നൈയിൽ നല്ല ചൂട് തുടങ്ങി. ഇനി നമ്മൾ കൂടുതൽ അകത്തിരുന്ന് ക്ലാസ് എടുത്താൽ വെന്ത് ഉരുകി ഒരു വഴിയാവും. അപ്പം അതിലും ഭേദം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിരിക്കുക. അത് മാത്രമല്ല, അത് എന്താ പറയുക, അവിടെ ഇട്ട കുട്ടി ടേബിൾ നമുക്ക് കുറച്ച് സ്ഥലപരിമിതിയുടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടേ, അതെടുത്ത് റൂമിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇനി ഇങ്ങോട്ടിടുക, ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടിടുക, എല്ലാം കൂടെ കൺജസ്റ്റഡ് ആവുന്നു. അപ്പോൾ അതൊരു റീസൺ. പ്രധാനമായിട്ടും ചൂടാണ്. ചൂട് അല്പം കൂടി വരികയാണ്. അപ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാമല്ലോ. ഞങ്ങളിവിടെ ഇരുന്ന് ആ ഫുഡ് കഴിക്കുന്നൊക്കെ പുറത്തിരുന്നിട്ട്. നാട്ടിൽ വന്നാലേ എനിക്ക് ഇവിടുന്ന് കാലാകാലം പണിയില്ലാതെ വീട്ടിൽ വന്നിരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഇപ്പോഴാന്ന് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് വന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഓരോരുത്തരിങ്ങനെ വരണം. വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവരുടെയും ഡിന്നറൊക്കെ ആയോ? ഞാൻ ഡിന്നർ ചേച്ചിമാരെ ഏൽപ്പിച്ചു. അവർ കിച്ചണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് ചപ്പാത്തിയും തക്കാളി റോസ്റ്റും അവരെ ഏൽപ്പിച്ചു. രക്ഷയില്ല. ഞാനിപ്പോൾ അതുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. ചപ്പാത്തി അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കാറില്ല, എനിക്ക് ചപ്പാത്തി വരില്ല. ഇത് തക്കാളി റോസ്റ്റ് ഞാൻ ഉണ്ടാക്കും. വന്നു മാതാജി. കുറേ മെസ്സേജ് നോക്കാണ്ട്, കുറേ പേരെ തിരിച്ച് വിളിക്കാനുണ്ട്. അയ്യോ, എനിക്ക് വയ്യ. ചെയ്യാട്ടോ. അങ്ങനെ ഒരു വല്ലാത്തൊരു കുറേ ദിവസം ലീവ് എടുത്തില്ലേ ഞാൻ. ആ 30 ദിവസം മൂകാംബികയിൽ, 3 മാസം നാട്ടിൽ, 15 ദിവസം വൃന്ദാവനത്തിൽ, എല്ലാം കൂടിയായിട്ട് കുറേ ലീവായി. അപ്പം അതുകൊണ്ടേ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് വെച്ച കുറേ ഡബ്ബിങ്സ് വർക്ക് അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കാതെ നമുക്ക് രക്ഷയില്ല. മടിയൻ മല ചുമക്കാന്ന് കേട്ടിട്ടില്ലേ? അതപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു മാരത്തോൺ ഓട്ടം. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ കോൾസും കൂടി ആകുമ്പോഴേ സമയം ഇങ്ങനെ പോവും. കുക്കിങ്, ഫോൺ കോൾസ്, മെസ്സേജ് നോക്കൽ എല്ലാം കൂടി ആകുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൾസ് എല്ലാം ഒന്ന് സൈലൻറ്റ് ചെയ്തിട്ട് പിന്നെ ഓരോരോ കോളിലേക്ക് തിരിച്ച് വിളിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് വിളിക്കാം കേട്ടോ. ഇതേ പത്മിനി മാതാജിയൊക്കെ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആണെന്ന് തോന്നുന്നുണ്ട്. ഈ മാതാജി ഞാൻ തോന്നുന്നുണ്ട്, പാവം. കുറേ പേരെ വിളിക്കാണ്ട്. ഒരു അസിത അനീഷ്, പത്മിനി മാതാജി, ബേബി അമ്മ, പിന്നെ ആരായിരുന്നു, ഒരു പുഷ്പ അമ്മ, കുറേ പേരുണ്ട് കണ്ടിന്യൂസ് വിളിക്കുന്നവർ. അവരൊക്കെ ഒന്ന് വിളിക്കണം. നമസ്തേ എല്ലാവർക്കും. നാളെയും കൂടി കഴിഞ്ഞാൽ ഒരിത്തിരി ഒന്ന് ഫ്രീ ആവും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. സാറില്ല, നമുക്ക് ഇനിയും പോകാലോ, ഒന്നും കുഴപ്പമില്ല. സുഖമില്ലായിരുന്നോ? ആരോഗ്യം ശ്രദ്ധിക്കൂ. നാട്ടിൽ മഴയാന്ന് തോന്നുന്നുണ്ടല്ലേ? ആ ബീച്ചേട്ടാ, അടുത്ത വൃന്ദാവന യാത്ര നമുക്കൊരു ജൂൺ അങ്ങനെയൊക്കെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ സമയത്തേക്ക് ആകുമ്പോഴെന്താ അറിയോ, കുറേ നമ്മുടെ കൂടെ വരാൻ ആഗ്രഹിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പുറത്തായിരുന്നു. അപ്പോൾ പാവം അവർക്കൊന്നും നമ്മുടെ ജയന്തി മാതാജിക്കൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ എല്ലാവരെയും കൂടെ ആയിട്ട് നമുക്കൊരു യാത്ര പോവാം. പിന്നെ നമ്മൾ പോയതാണ് ഒരു വല്ലാത്തൊരു സമയത്തും. ആ എന്താ പറയുക, ഇത് ആ കുംഭമേളയുടെ ഇത്രയ്ക്ക് ഇഞ്ചി വേണ്ട, അതിൻ്റെ പകുതി മതി.
ഇതിൻ്റെ പകുതി മതി, ചതച്ചോ നന്നായിട്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയെങ്കിൽ എല്ലാ ട്രെയിനും ഫുള്ള്, അങ്ങനെയുള്ള ഒരു പ്രയാസം മാത്രം. അതർവൈസ് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, രക്ഷയില്ല. ഭയങ്കര രസകരമായ ക്ലൈമറ്റ് ആയിരുന്നു അല്ലേ. അയ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ ഈ ചെന്നൈയിലെ ചൂടിലിരുന്നിട്ട്. അപ്പം നമ്മൾ അനുഭവിച്ചൊരു തണുപ്പ്. രാത്രി ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചു വരുമ്പം എന്താ പറയുക, നമ്മുടെ വുള്ളൻ ക്ലോത്തിൻ്റെ ക്യാപ്പില്ലേ, ആ ക്യാപ്പ് തലയിലിട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സ്വെറ്ററിൻ്റെ ക്യാപ്പ് ഇട്ടിട്ട് ഒരു 3 ബ്ലാങ്കറ്റും കൂടെ ഇട്ടിട്ട് പുതച്ചിട്ടൊക്കെ കിടന്നുറങ്ങി. നല്ല രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണോ? എനിക്കിവിടെ ചേച്ചി ഉണ്ടാക്കി കഴിഞ്ഞു ചപ്പാത്തി. എത്ര ചപ്പാത്തി വേണം എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾക്ക് ഏകദേശം 35-40 വേണം. 3 വീട്ടുകാരില്ലേ. ചേച്ചിയും ബിന്ദമ്മയും കൂടെ ചപ്പാത്തി പരത്തലായിരുന്നു വൈകുന്നേരം. അത് കഴിഞ്ഞ് ഞാൻ തക്കാളി റോസ്റ്റ് അത് പകുതിയൊക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തു. തക്കാളി ഇങ്ങനെ ഫ്രൈ പാനിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മറിച്ചും തിരിച്ചും എടുത്ത് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ആരാണ് പ്രവീൺ കുമാർ? വിളിച്ചാൽ മതി, നാളെ ഇവിടെ കഴിയുമ്പോൾ ഒന്ന് വിളിക്കും, നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ മറിച്ച് തിരിച്ച് എടുത്ത് അതിൻ്റെ മുകളിൽ ഞാൻ പെപ്പർ മാത്രം ഇടില്ല ഒന്നിലും. പെപ്പറും നല്ല ജീരകവും കൂടെ കുറച്ചൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് അത് മിക്സിയിൽ പൊടിച്ച് വെക്കും. നല്ല എന്താ പറയുക, ഫൈനായിട്ട് പൊടിച്ച് വെക്കും. പെപ്പറും എത്ര പെപ്പർ എടുക്കുന്നോ അത്രയും നല്ല ജീരകം എടുക്കും, ചെറിയ ജീരകല്ലേ, രണ്ടും കൂടെ. എന്നിട്ട് പൊടിച്ചിട്ട് ഒരു ബോട്ടിലാക്കി വെക്കും. നല്ല സ്മെല്ലായിരിക്കും. നമുക്കത് പെപ്പർ യൂസ് ചെയ്യുന്ന എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഗ്യാസ്ട്രിക് എന്താ പറയുക ഇഷ്യൂസ് ഉണ്ടാക്കില്ല. മറ്റന്നാൾ വിളിച്ചോ, അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. പെപ്പർ മുഴുവൻ കുരുമുളകും നല്ല ജീരകവും കൂടെ ഇതാക്കിയിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച് വെച്ചാൽ മതി. ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പെപ്പറിനോട് എനിക്കെന്തോ പൊടിയോട് വലിയൊരു താല്പര്യമില്ല. അപ്പം അങ്ങനെ ചില സമയങ്ങളിൽ ഞാനൊന്ന് പെപ്പർ ഒന്ന് കുറച്ച് വെള്ളം തളിച്ചൊന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് മേലെ ടെറസിൽ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് അഴുക്കൊക്കെ ഒന്ന് പോവും. കാരണം ഏതൊക്കെ മാർക്കറ്റിലൂടെ എങ്ങനെയൊക്കെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ കൂടെ വരും നമുക്ക് പോകാം. നോക്കട്ടെ, അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടേ, ജൂണിലൊക്കെ എങ്ങനെയാണ് ക്ലൈമറ്റ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊരു 30-60 ദിവസം മുമ്പൊക്കെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ റെയിൽവേയിൽ. മുമ്പത്തെ പോലെ കുറേ മാസങ്ങൾക്ക് മുമ്പേ ഒന്നും നമുക്കിപ്പോൾ ബുക്ക് ചെയ്ത് വെക്കാനൊന്നും കഴിയില്ല. അപ്പം അതിനനുസരിച്ച് നമുക്ക് എടുത്തിട്ട് പോകാം. മാക്സിമം ഒരു 25 പേര് അങ്ങനെ പോയാൽ മതി. അല്ലാണ്ട് നമ്മൾ ഒരുപാട് പേര് ഇതാക്കിയിട്ട് കാര്യമില്ല. എനിക്കും കുറേ പറയാനുണ്ട്, എനിക്ക് കുറേ കേൾക്കാനും ഉണ്ട്. നാളെയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് പറയുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം കേട്ടോ. അയ്യോ പാവം പ്രിയ ചേച്ചി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അപ്പം അങ്ങനെയെല്ലാം കൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ക്ലാസ് പോകാത്തതിൽ എനിക്കും കുറച്ച് സങ്കടമുണ്ട്, ഒന്നും വിചാരിക്കരുത്. നമുക്കെല്ലാം കൂടെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഓടി 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 കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇറിറ്റേഷനാവും. നമുക്ക് എവിടെ പൊട്ടിത്തെറിക്കണം എന്നറിയില്ല, അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പോകും. പക്ഷെ എന്നാലും അങ്ങ് ചെയ്ത് തീർക്കാനുള്ളതൊക്കെ അങ്ങനെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാലൊരു സ്വൈര്യം ഉണ്ടാവുമല്ലോ. ഇത് രാവിലേക്ക് ഇങ്ങനെ കണ്ണ് തുറക്കാൻ തോന്നൂല ബെഡിൽ നിന്ന്. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, കണ്ണ് തുറന്ന് കുറച്ച് നേരം ഇങ്ങനെ ബെഡിലിരുന്ന് കണ്ണൊക്കെ ഇങ്ങനെ എരിയും. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ പോയി കുളിച്ച് പൂജ ചെയ്ത് ഓടും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വിശേഷം മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ ഇനി ഏകാദശി ബുക്ക് ഒക്കെ ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ട് വെക്കൂ, ലേറ്റ് ആക്കണ്ട. ഭഗവത്ഗീത വേണമെങ്കിലും എന്താ പറയുക, എല്ലാം എന്ത് ബുക്സോ കാര്യങ്ങളാണെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ട് വെക്കൂ, ഞാൻ അയച്ചു തരാം. കുറേ പേർക്കൊക്കെ അയച്ചു. ഇനി കൃഷ്ണാവബോധവും വൈഷ്ണവ ഗീതങ്ങളും അങ്ങനെയൊക്കെ വേണമെങ്കിൽ, അപ്പോൾ എപ്പോഴെപ്പോഴും ഓടണ്ടല്ലോ പോസ്റ്റ് ഓഫീസിലേക്ക് എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല, അങ്ങനെ പോണു. അപ്പോൾ കുറേ മെസ്സേജ് ഇനി നോക്കാനുണ്ട്. പിന്നെ മഞ്ജരീസിൽ ഓഡിയോ ഇടുന്ന സമയത്ത് മാക്സിമം ചെറിയ ഓഡിയോസ് ഇടുക, കാരണം ഫോൺ സപ്പോർട്ട് ചെയ്യില്ല, അതുകൊണ്ടാണ്. പിന്നെ കഴിയുന്നതും നമ്മുടെ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് ഇടാതിരിക്കുക. കാരണം ഗാലറിയൊക്കെ ഫില്ലാകുമ്പോൾ പലരുടെയും മെസ്സേജ് ഓപ്പൺ ആവാതെ പോകുന്നു, അതും ഒരു പ്രയാസം. അപ്പോൾ അതുകൊണ്ട് ഗുഡ് നൈറ്റ് അല്ല എന്താ പറയുക, ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ എനിക്ക് പഴയതുപോലെ ഫോണും കൊണ്ട്
ചാനലിൽ പോകാനുള്ള പെർമിഷൻ ഇല്ല സ്റ്റുഡിയോയിലൊന്നും. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ളവർക്കും ഇറിറ്റേഷൻ ആവുന്നുണ്ട്, അത് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ട് പോകുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി, ഞാൻ സമയം പോലെ എന്താ പറയുക നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗീതയിലേക്ക് പോവാം. നമ്മൾ ഗീതാ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അധ്യായം 7 അല്ലേ? അധ്യായം 7 സുഖമായിരിക്കുന്നു. അധ്യായം 7 നമ്മൾ 16-ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അധ്യായം 7 16-ാമത്തെ ശ്ലോകം. 16-ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പം നമ്മൾ പഠിക്കുന്നത് ചതുർവിധ ഭജന്തേ മാം ജന സുഹൃദിനോ അർജുന അർത്ഥോ ജിജ്ഞാസ സുരധാർത്ഥി ജ്ഞാനീച്ച ഭരതഹർഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേ ഭരത കുലശ്രേഷ്ഠ, ഭഗവാൻ പറയാണ്, ഭരത കുലശ്രേഷ്ഠ, സുഹൃതികളായിരിക്കുന്ന 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. അതായത് സുഹൃതം ചെയ്ത 4 ആൾക്കാരാണ് ഭഗവാനെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ആ 4 ആൾക്കാർ ആരാന്നും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദുഃഖിതൻ. തീർച്ചയായിട്ടും ദുഃഖം വരുമ്പോൾ, നമ്മൾ സങ്കടം വരുമ്പോൾ നമ്മൾ ഭഗവാനെ ഭജിച്ചു പോകും അല്ലേ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ചോര നീരാക്കി ഓടിയും വല്ലാത്തൊരു നമ്മൾ എന്തെല്ലാം സഹിച്ചിട്ടായിരിക്കും നമ്മൾ ഭഗവാന്റെ അടുത്തൊന്ന് പോയി ഒന്ന് റിലാക്സ് ചെയ്യുന്നത് അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദുഃഖിതൻ, പിന്നെ ധനകാംക്ഷി, പൈസയോട് എപ്പോഴും ആസക്തിയുള്ള കുറേ ആൾക്കാരുണ്ട്, എത്ര കിട്ടിയാലും മതിയാവാത്ത ആൾക്കാർ, അങ്ങനെയുള്ളവർ. ജിജ്ഞാസു, ഒരുപാട് അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികൾ. പിന്നെയോ പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഇതെല്ലാം വിട്ടിട്ട് ഭഗവാൻ ആരാണ്, എന്താണ്, ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു ജ്ഞാനി. நல்லா இருக்கா தேங்காய் ஸ்மெல் பண்ணி பாருங்க, காலையில் நான் எடுத்து கொஞ்சம் நல்லா இருக்கா? ഓക്കെ, ജ്ഞാനി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ആരെ ഭജിക്കുന്നത്? ഭഗവാനെ ഭജിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. சட்னி செய்ய போகிறீங்களாக்கா? இது காஞ்ச மிளகா இருக்குல்ல, தேங்காய் எண்ணெய் ஊற்றிட்டு காஞ்ச மிளகா போடுங்க. கொஞ்சம் உளுந்தம்பருப்பு, உளுந்து ஃபுல்லாக இருக்குது, உளுந்து, கடலைப்பருப்பு இருக்குல்ல, கடலைப்பருப்பு போட்டுட்டு இது போடுங்க. இது போட்டுட்டு கொஞ்சம் காஞ்ச மிளகா ஒரு 5, இவ்வளோ தானே தேங்காய் யூஸ் பண்ணுறது. அப்போது ஒரு 8 காஞ்ச மிளகா போட்டுக்கோங்க. அப்படியே ஃப்ரை பண்ணிவிட்டு மிக்சியில் தண்ணி ஊற்றி அரைச்சிடுங்க. அவ்வளோதான். உப்பு போட்டுட்டு, தோசைக்கு தானே உப்பு போட்டுட்டு கொஞ்சம் தண்ணி ஊற்றிட்டு கடாயில் ஃப்ரை இது பண்ணால் போதும். கடுகு கருவேப்பிலை போட்டால் போதும், அவ்வளோதான். டேஸ்ட்டாக இருக்கும். காஞ்ச மிளகா, உளுந்தம்பருப்பு, கடலைப்பருப்பு, தேங்காய் இது போட்டு ஃப்ரை பண்ணிவிடுங்க, மிக்சியில் அரைச்சிடுங்க. ഓക്കെ, സൂപ്പർ. ഓക്കെ അക്ക. അപ്പോൾ ഞാൻ എപ്പോഴും ചട്നി ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിപ്പോൾ ഒന്നിനൊന്നിനും സമയമില്ല പാവ. അപ്പം ചേച്ചി അവിടെ ചട്നി ഉണ്ടാക്കുന്നു, അതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് റെസിപ്പി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് 4 തരത്തിലുള്ള ആളുകൾ ഭഗവാനെ ഭജിക്കുന്നുണ്ട്. ആ 4 ആൾക്കാരെന്ന് പറയുന്നത്, ഒന്ന് ദുഃഖം ജീവിതത്തിൽ ഒരുപാടുണ്ടാകുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർക്കും അല്ലേ? കൃഷ്ണ, എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാനെ ഓർക്കും. ധനകാംക്ഷി, ഭഗവാനെ എനിക്ക് പൈസ വേണം, പൈസ വേണം, പൈസ വേണം എന്നും പറഞ്ഞിട്ട് എനിക്ക് വീട് വേണം, പൈസ വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. ജിജ്ഞാസു, ഭഗവാൻ എന്താണ്, എങ്ങനെയാണ്, എനിക്ക് ഇനിയും കുറേ അറിവ് വേണം, ജ്ഞാനം വേണം എന്നുള്ള ആൾക്കാർ. ഇതെല്ലാം വിട്ടിട്ട് ഭഗവാനെ അന്വേഷിക്കുന്ന വ്യക്തികളുണ്ട്, പരമസത്യത്തെ അന്വേഷിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കും ഭഗവാനോടൊരു വല്ലാത്ത ഒരു അത്ഭുതമോ അല്ലെങ്കിൽ എന്താണ് ഇത്രയും വലിയൊരു സംഭവം എന്നുള്ള ആ ഒരു ചിന്ത, അതായത് എന്തൊക്കെയോ അറിയാനുള്ള ഒരു ആഗ്രഹം, പരമസത്യത്തെ, ആ ഒരു എന്താ പറയുക പരമാത്മാവിനെ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഭജിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 4 തരത്തിലുള്ള ആളുകളാണ് ഭഗവാനെ കൂടുതലായിട്ട് ഭജിക്കുന്നത്. ദുഷ്കൃതികളെ പോലെ അല്ലാത്തവരും, അതായത് ദുഷ്ട മനസ്സുള്ള ആൾക്കാരല്ലാത്തവരും, ശാസ്ത്രാനുസാരമായിരിക്കുന്ന വിധികൾ പാലിക്കുന്നവരുമായ മനുഷ്യരുണ്ട് അല്ലേ? ശാസ്ത്രാനുസാരമായിരിക്കുന്ന വിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ലോകത്തിനൊരു സത്യമുണ്ട്. അതായത് നമ്മുടെ ഈ ശാസ്ത്രമല്ല, നമ്മുടെ സയന്റിഫിക് അല്ല പറയുന്നത്, അതിനും അപ്പുറത്തേക്കൊരു ശാസ്ത്രമുണ്ട്. ഇത് അടുത്ത ആളാണ് സായൂഷിനെ വിളിക്കണം. ഇവരൊക്കെ മിസ് കോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഷാജി, അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ ഒരു ശാസ്ത്രമുണ്ട് ഇല്ലേ? അതായത് രാവിലെ ആവുന്നു, രാത്രിയാകുന്നു, ഈ പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, ഈവൻ കോഴിക്ക് പോലും നമ്മൾ സമയം പറഞ്ഞു കൊടുക്കേണ്ട.
നമ്മൾ കൃത്യമായ വാച്ചും എന്താ പറയുക അലാറവും ടൈം പീസും എല്ലാം വെച്ചിട്ടും നമുക്ക് സമയം തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷെ ഈ പക്ഷിമൃഗാദികൾക്കൊന്നും സമയവും കാലവും ഒന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല. എന്നിട്ടും അവരവരുടേതായ സമയങ്ങളിൽ കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ശാസ്ത്രമായിരിക്കുന്ന കുറെ സംഭവങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഈ ശാസ്ത്രം എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ. പക്ഷെ ആ ഒരു ശാസ്ത്രത്തെ, ആ ഒരു സത്യത്തെ നമ്മുടെ പഴയ ആളുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആലോചിച്ചു. അതുകൊണ്ട് തന്നെ കർക്കിടക മാസം പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? രാമായണ പാരായണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർ അതിനുവേണ്ടി മാത്രം സമയം മാറ്റിവെക്കും. ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന മനുഷ്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ നമ്മൾ പറയും സന്ധ്യയ്ക്ക് മുടി വിരിച്ചിട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ വാതിൽപ്പടിയിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ നമ്മൾ വെക്കാറുണ്ട്. അത് ഗർഭിണികൾക്കെന്ന് മാത്രമല്ല, നോർമലുള്ള എല്ലാവർക്കും. അതുപോലെ ഒരു സമയം കഴിഞ്ഞാൽ, അർദ്ധരാത്രി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവരുത്, കാവിലേക്ക് പോവരുത്, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഹൈന്ദവ കുലത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം ഇപ്പോഴും വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന കുറെ മനുഷ്യരുണ്ട്. ഇവരെ സുകൃതികൾ എന്ന് വിളിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം അങ്ങനെയൊക്കെ നമ്മുടെ ശാസ്ത്രം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ശാസ്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ ഉറപ്പായിട്ട് നമ്മൾ സുകൃതികൾ എന്ന് വിളിക്കണം. പക്ഷെ നമ്മുടെ സമൂഹം അവരെ എന്താ വിളിക്കുന്നത്? പ്രാന്തന്മാര്, മാനസിക രോഗികള്, നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സന്ധ്യക്ക് കിടന്നുറങ്ങിയാൽ ഇപ്പം എന്താ, ഉറക്കം വന്നാൽ ഉറങ്ങണം, മീൻ തിന്നണമെങ്കിൽ തിന്നണം. കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറയാണ്, എന്താണ് സസ്യലതാദികളെ മൃഗങ്ങൾ തിന്നുന്നുണ്ട് ഇല്ലേ, അപ്പം ആ മൃഗങ്ങൾ സസ്യങ്ങളല്ലേ തിന്നും, അപ്പം അവരെ നമുക്ക് തിന്നൂടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ ഒരു മീഡിയേറ്റർ? സസ്യങ്ങളും മൃഗങ്ങൾ തിന്നുന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ നമ്മൾ തിന്നേണ്ട കാര്യം എന്താ? നമുക്ക് നേരിട്ട് പോയി സസ്യത്തെ തിന്നൂടെ? ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം നമുക്ക് എന്തിനാ എന്ന് ചോദിച്ചു. അതേപോലെ ഇങ്ങനെ നമ്മുടെ ശാസ്ത്രത്തെയും അറിവിനെയും എല്ലാം വളച്ചൊടിക്കുന്ന കുറെ ഒരു വിഭാഗം ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രത്തെയും നമ്മുടെ എന്താ പറയുക ജ്ഞാനത്തെയും നമ്മുടേതായ ഹൈന്ദവ കുലത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും അംഗീകരിക്കുന്ന വ്യക്തികളെ നമ്മൾ നിർബന്ധമായിട്ടും സുകൃതികൾ എന്ന് തന്നെ വിളിക്കണം. അവരാണ് സുകൃതം ചെയ്തവര്. കാരണം അവർക്കത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം വിട്ടുപോകും, നമുക്കത് അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ട്. ആ അംഗീകാരത്തെയാണ് നമ്മൾ ഈശ്വരനിലേക്കുള്ളൊരു വഴിയായിട്ട് കാണേണ്ടത്. ധാർമ്മികവും നൈതികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഇക്കൂട്ടർ പ്രായേണ ഭഗവത് ഭക്തരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിബന്ധനകൾ പാലിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഭഗവാന്റെ ഭക്തരെന്ന് വിളിക്കുന്നത്. ബിന്ദമ്മേ, ബിന്ദമ്മ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കൊതു കടിക്കുന്നു. ഒറ്റ സെക്കൻഡ്. സഞ്ജയേ, എന്തോ ഇതാരും വിളി കേട്ടോ കേൾക്കുന്നില്ല. ബിന്ദമ്മേ, ഒരു കൊതുകുതിരി എത്തിച്ചു ഇവിടെ. കൊതു ഒന്ന് കൊടുത്തു. അപ്പം വിളിക്കാൻ രുക്മാ മാതാജി, ഞാൻ ഒന്ന് ഫ്രീ ആയിക്കോട്ടെ, നാളെയും കൂടെ കഴിയട്ടെ. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വന്നു. നാളെ രാവിലെ എനിക്ക് എങ്ങനെ നോക്കിയാലും ഒരു 4:45 മണിയാകുമ്പോഴേക്ക് പോകണം. അപ്പോൾ രാത്രി ഇനിയിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഫുഡ് ഒന്ന് കഴിച്ച് ഒന്ന് കണ്ണടയ്ക്കാനുള്ള സമയമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ലളിത സഹസ്രനാമം വായിച്ചിട്ടില്ല, അതും കൂടെ പഠിച്ചിട്ട് കിടക്കുമ്പോഴത്തേക്കും 11-11:30 4:45 പോകണമെങ്കിൽ ഒരു 3 മണിക്കെങ്കിലും എണീക്കണം. ഉറക്കം ശരിയാവുന്നില്ല. അപ്പം അതുകൊണ്ട് ഒന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. നാളെ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭഗവാൻ അത്രയും മൂല്യം കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭഗവാൻ അത്രയും മൂല്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ആചാരാനുഷ്ഠാനങ്ങളെ ഫോളോ ചെയ്യുന്നവരെ ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നു? സുകൃതികൾ എന്ന് വിളിക്കുന്നു. അവർക്കാണ് ഭഗവാന്റെ ഭക്തർ എന്നുള്ള സ്ഥാനം ഭഗവാൻ നൽകിയിരിക്കുന്നത്. ഇവരിലുണ്ട് 4 വിഭാഗങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരിലും 4 വിഭാഗങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. അവരാരാന്നറിയാമോ? ഒന്ന് ദുഃഖിതര്, ഒന്ന് അർത്ഥാർത്ഥികൾ, പിന്നെ ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്നവൻ. ശുദ്ധ ഭക്തന്മാരല്ല ഇവര് ശുദ്ധ ഭക്തന്മാരല്ല എന്നാണ് പറയുന്നത്. പരമസത്യത്തെ പല പല കാരണങ്ങളാലും ഭഗവത് ഭക്തിയുത സേവനത്തിന് വരുന്നവരാണിവർ. ഇപ്പൊ ഭഗവാന്റെ ഒരു ഭക്തിയുത സേവനം ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട.
നമുക്ക് അങ്ങോട്ട് ചെയ്തു പോകാം. അതിൽ നിന്നുള്ള റിട്ടേൺസ് എന്താണ് എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ പലരും എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യം ആ കാര്യം ഇവിടെ ആദ്യം ആ കാര്യത്തിന് അവർ ചാക്കിൽ വെക്കരുത്, ഇതിൽ വെക്കുക. അവരതിനൊരു റിട്ടേൺസ് ആണ് പ്രതീക്ഷിക്കുക. ഞാൻ ഇത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും, ഇത്രയും ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും. ഈ നേട്ടം നോക്കാതെ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എല്ലാത്തിലും നേട്ടം നോക്കി ചെയ്യുകയാണെന്ന് കരുതാം. പെട്ടെന്ന് നമുക്കൊരു ക്യാൻസർ വന്നാൽ ആലോചിച്ചു നോക്കും. പെട്ടെന്ന് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഒരു ക്യാൻസർ വന്ന് നമ്മളൊന്ന് ഞെട്ടും. ഈശ്വരാ എന്ന് നമ്മൾ വിളിക്കും, ഭഗവാനേ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെ വരാതെ നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരാളാണ് ഭഗവാൻ. നമ്മൾ മരിച്ചു പോയിക്കോട്ടെ, വേണ്ടാന്ന് ഞാൻ പറയണില്ല, നമ്മൾ മരിച്ചോട്ടെ. ഒരാൾക്ക് ബാധ്യതയാവാതെ വേദന തിന്നാതെ നമ്മൾ മരിക്കണം, അല്ലേ? നമ്മൾ ഒരാൾക്കും ബാധ്യതയാവാതെ വേദന അറിയാതെ നമ്മൾ മരിക്കണം. സ്വാഭാവിക മരണം, അതാണ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ കിടപ്പിലായി അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഒരാൾ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ആർക്കും ഒരുപാട് കാലമൊന്നും ഒരാൾക്കും വേണ്ടി കഷ്ടപ്പെടാൻ ഇഷ്ടവും ഇല്ല, താല്പര്യവും ഇല്ല, സമയവും ഇല്ല. അപ്പം ആർക്കും നമ്മൾ എന്താവരുത്, ഒരു ബാധ്യതയാവരുത്. അപ്പം അങ്ങനെയുള്ള ദുരിത കയത്തിൽ നിന്ന് നമ്മൾ കയറാൻ എന്താണ് ചെയ്യേണ്ടത്? മതി മതി, അത് വെച്ചിട്ട് പോകൂ, കുഴപ്പമില്ല, അത് മതി. അപ്പൊ അങ്ങനെയുള്ള ദുരിത കയത്തിൽ നിന്ന് നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കാം. ഭഗവാനിൽ നിന്ന് ഒന്നും ബിന്ദുമ്മേ, അത് മതി ബിന്ദുമ്മേ, എന്തിനാ അതിന്റെ മേളിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണേ? അത് ചാക്കിൽ വെക്കല്ലേ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? എങ്ങാനും ഒരു തീപ്പൊരി വീണുണ്ടെങ്കിൽ അത് ചണത്തിന്റെ ചാക്കാണ്, കത്തിപ്പിടിക്കും. ഓക്കെ, എനിക്ക് മാറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ നമ്മുടെ പഴയ ആ അരിയൊക്കെ വരുന്ന ചാക്കില്ലേ, ഭംഗി എന്നുള്ളതിലുപരിയും അതൊരു പഴയ കാലത്തിൻ്റെ ഒരു സുഖമാണ്, അല്ലേ? ഞാനപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഇവിടെ, കാണിച്ചു തരാം. തേടി പിടിച്ച് കൊണ്ടുവന്ന കേട്ടോ, കാണിച്ചു തരാം. കണ്ടോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ ബിന്ദമ്മയോട് പറയണത്, നമ്മൾ അതിലോട്ട് വെക്കരുത് ആ കൊതുക് തിരിയുന്നു. ഇതൊരു വേണമെങ്കിൽ മാറ്റ് വാങ്ങിയിടാവുന്ന കാര്യങ്ങൾ, മാറ്റ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇതൊക്കെ ഒരു പഴയ ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ. മാറ്റൊക്കെ ആണെങ്കിൽ ഒരു അളി വിളിയുന്ന വലിയ സ്മെല്ല് വരും. പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നല്ല. ഇതൊക്കെ നല്ല ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാക്കിലൊക്കെ കാല് തുടച്ച് കയറാനും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചാക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇട്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും കാല് വെക്കുന്നത് മാർബിളിനും ടൈൽസിലൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ റിഫ്ലക്ഷൻസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയായാലും കാണുമല്ലോ. കുറച്ചൊക്കെ പഴമയിലേക്ക് ഒരിത്തിരി നമ്മളെ കൊണ്ടാവുന്നത്, ഭംഗിയേക്കാൾ കൂടുതൽ ഒരു സുഖമുണ്ട് ഇതൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഭഗവാനെയാണ് ആദ്യം വിളിക്കുക, അല്ലേ? അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ആപത്ത് വരാതെ, ഒരു കഷ്ടം വരാതെ നോക്കേണ്ട ഒരവസ്ഥ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോവുക, ജീവിക്കേണ്ട രീതിയിൽ അങ്ങ് ജീവിച്ചു പോവുക. നമ്മൾ എന്ത് പ്രതീക്ഷിച്ച് ചെയ്യുകയാണെങ്കിലും നാളെ പിറ്റേന്ന് നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഒരാളോടൊരു സ്നേഹം കിട്ടിയില്ലെങ്കിലും, ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഭയങ്കര സങ്കടമാവും. അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്താൽ നിങ്ങളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഇങ്ങനെയുള്ളൊരു മനോഭാവം മാറ്റി വെച്ചിട്ട് ഭക്തിയുത സേവനം മനസ്സുകൊണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് ഭഗവാൻ തരാതിരിക്കില്ല. അത് റിട്ടേൺസ് പ്രതീക്ഷിക്കണമെന്നും ഞാൻ പറയില്ല. പക്ഷെ ഭഗവാൻ തരുമ്പോൾ ഒരുപാട് തരും, നമ്മൾ ആഗ്രഹിച്ചതിനെ മുകളിൽ തരും. അത് പക്ഷെ സമയത്തിനെ തരും. നമ്മളൊരു 20 കൊല്ലം ഭഗവാനെ വിളിച്ചാലും 25ാമത്തെ കൊല്ലമാണ് ഭഗവാൻ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ 25ാമത്തെ കൊല്ലം ആ വിചാരിച്ച് ഭഗവാൻ നിശ്ചയിച്ച സമയത്തെ നമുക്ക് ആ അനുഗ്രഹം കിട്ടത്തുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരിക്കലും ഭഗവാൻ ഒന്നും തരുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയും നമ്മൾ വിട്ടിട്ട് പോവരുത്. നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, അതിൽ തന്നെ ഉറച്ച്. ഇന്ന് നമുക്ക് മഹാരോഗങ്ങളൊന്നുമില്ല, അല്ലേ? ഇനി മഹാരോഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരു നിവൃത്തിയില്ലാതെ കിടക്കുന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഭഗവാൻ തെളിയിക്കുന്നുണ്ട്.
നമ്മളറിയാതെ ഭഗവാൻ നമ്മളെ ഓരോരോ ഘട്ടത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള ഒരു ചിന്തകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും ഭഗവാനെ ഉപേക്ഷിക്കരുത്. അത് തെറ്റാണ്. അപ്പോ ഭക്തിയുത സേവനത്തിന് പുറമെ പലർക്കും പല പല ആഗ്രഹങ്ങളും ഉണ്ട് ഇല്ലേ? ഒരുപാട് ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ട്. ഭക്തിയുത സേവനത്തിന്റെ പുറമെ എനിക്ക് ഇന്നത് കിട്ടണം, എനിക്ക് അത് കിട്ടണം, എനിക്ക് പേര് കിട്ടണം, പ്രശസ്തി കിട്ടണം, എനിക്ക് പണം കിട്ടണം, ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ട്. ശുദ്ധ ഭക്തി എന്നാൽ മറ്റ് ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ പരാതിയോ ഇല്ലാത്ത ഭക്തിയാണ്. ശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹങ്ങളും ഇല്ല, ഒരഭിലാഷങ്ങളും ഇല്ല, ഒരു പരാതിയില്ല. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇതാണ് ശുദ്ധ ഭക്തി. ഇതിൽ കവിഞ്ഞ് എനിക്കിത് കിട്ടണം, കിട്ടിയാൽ ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ എനിക്കിത് വന്നാൽ ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എത്ര കിട്ടും, അല്ലെങ്കിൽ എനിക്കെന്താ നേട്ടം, ഈ ചോദ്യത്തിൽ നിന്ന് മാറിയിട്ട് കുഴപ്പമില്ല, പോട്ടെ, സാരമില്ല, എന്ത് ചെയ്യാൻ പറ്റും, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, അങ്ങനെ നമ്മൾ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അതിനെ നമുക്ക് ഭക്തി എന്ന് പേരെടുത്ത് വിളിക്കാം. വീട്ടിൽ തന്നെ ഇപ്പം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മൾ നാക്കിട്ടടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ നേരം കാണും. നമ്മൾ നല്ല കേൾവിക്കാരാവുക. ചിലപ്പോൾ കേൾക്കുന്ന വാക്കുകൾ ഒരു യുഗം നമ്മളുടെ മനസ്സിൽ നിന്ന് പോകാത്ത വാക്കുകളായിരിക്കും. സാരമില്ല, ക്ഷമിക്കുക, അത്രേ ഞാൻ പറയും, ക്ഷമിക്കുക. നമുക്കെല്ലാവർക്കും ഒരു കുഞ്ഞു മനസ്സുണ്ട് ഇല്ലേ? പുറമേ നമ്മളൊക്കെ ബോൾഡ് ആണെങ്കിലും ആരും അറിയാതെ നമ്മൾ കരയുന്ന ദിവസങ്ങളുണ്ട്. രാത്രി കാലങ്ങളിലും നമ്മൾ വിഷമിക്കുന്ന ദിവസങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനും മഹേശ്വരി ചേച്ചിയും സഞ്ജുവും കൂടെ സംസാരിച്ചിരുന്നപ്പോൾ ചേച്ചിയുടെ കുറേ വിഷമങ്ങൾ ചേച്ചി പറഞ്ഞു. ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചപ്പോഴാണ് ചേച്ചിയൊക്കെ ചേച്ചിയുടെ അമ്മയെ ഓർത്ത് കരയാത്തത്. അമ്മ മരിച്ചുപോയി. അപ്പോൾ ഒരു 1.5 കൊല്ലം കണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അമ്മയെ ഓർത്ത് ചേച്ചി എന്നും രാത്രിയിൽ ഇങ്ങനെ മക്കളും ഹസ്ബൻഡും ഒക്കെ ഉറങ്ങിയാൽ അലമാരയുടെ സൈഡിൽ ഇങ്ങനെ കിടന്നിങ്ങനെ ചേച്ചി കരയും. പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ ചേച്ചി രാവിലെ അമ്മു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ചേച്ചിയുടെ കണ്ണിങ്ങനെ വീർത്തിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, ഏക്കാ ഫേസ് ഒരുമാതിരി ഇരിക്കുന്നത്, തലവലിക്കുക അമ്മു എന്ന് പറയും, ഹെഡ് ഏക്ക്. ഞാൻ പറഞ്ഞു, ഇതാ ടാബ്ലറ്റ് വേണോ? വേണ്ട, അവർക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ഇല്ല, ഓക്കെ, ഐ എം ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പോകും. ഞാനും അത് അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷെ കൂടുതൽ അടുത്തപ്പോൾ ചേച്ചി കഴിഞ്ഞ ദിവസം എന്നോട് പറയണം, നമ്മളൊരു ഫാമിലി പോലെ ജീവിച്ചു തുടങ്ങിയപ്പം ഞാൻ അതൊക്കെ മറന്നു അമ്മു. കാരണം ചേച്ചി വരും, നമ്മളെല്ലാവരും ഒരുപോലെ സംസാരിക്കും, അങ്ങനെ ഇതൊക്കെ മറന്നുപോയി. നമ്മൾ പല വിഷമങ്ങളും നമ്മൾ അങ്ങനെ മറന്നുപോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പം കുറേ സങ്കടങ്ങൾ ചേച്ചി പറഞ്ഞു, ചെറുപ്പകാലങ്ങളിലുണ്ടായത്. എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി, എൻ്റെ കണ്ണ് നിറഞ്ഞു. ഇല്ല, അതെപ്പോഴാന്ന് ഞാൻ കൃത്യം പറഞ്ഞത്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില്ലേ അന്ന് രാത്രി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായി. അതിലുപരി ചേച്ചിയുടെ അച്ഛൻ്റെ കാര്യം കേട്ടപ്പോൾ, നല്ലൊരു ഭക്തനാട്ടോ മഹേശ്വരി ചേച്ചിയുടെ അച്ഛൻ. ഇവിടെ വരും, ചെന്നൈയിൽ വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ഒരു കേരള പേഴ്സണെ പോലെ ഇരിക്കും അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ അമ്മ അന്നേരം എന്താ അറിയോ, അദ്ദേഹം താമസിക്കുന്ന വീടില്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, അതായത് ചേച്ചിയുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ആ വീട്ടിൽ അദ്ദേഹം പിന്നീട് 1.5 വർഷമായിട്ട് അച്ഛനൊന്നും കുക്ക് ചെയ്തിട്ടില്ല. അച്ഛൻ പുറത്ത് ഹോട്ടലിൽ കഴിക്കുക. പറയുമ്പോൾ 4 മക്കളുണ്ട്, 3 പെൺകുട്ടികളും 1 മോനും. അപ്പോൾ മോനും ഭാര്യയും വേറെ താമസിക്കുന്നു. അച്ഛൻ അവിടെയും പോണില്ല, അച്ഛൻ ഈ വീട്ടിലാണേ. എന്നിട്ട് അച്ഛൻ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, പാവം ചേച്ചി, എന്തിനാ അച്ഛൻ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നത്? അച്ഛൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ താല്പര്യമില്ല അമ്മ. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നൊരു 5 ദിവസം 10 ദിവസം നിൽക്കും, അത് കഴിഞ്ഞ് അച്ഛൻ പോകും. എല്ലാ മാസവും ആ മനുഷ്യൻ ശബരിമലയ്ക്ക് പോകും. മഹേശ്വരിയുടെ അച്ഛൻ എവറി മന്ത് ശബരിമലയ്ക്ക് പോകും. അപ്പോൾ അദ്ദേഹം എന്ത് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എന്നോട് പറയണം, അമ്മൂനൊരു കാര്യം അറിയോ? ഞാൻ പറയാം, എന്താ? ഞങ്ങൾ അച്ഛൻ താമസിക്കുന്ന വീട്ടിൽ പോയാലും അച്ഛൻ അവിടെ കുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്നൊക്കെ அது போட்டாச்சுல்ல, இனி தக்காளி இருக்குல்ல, அது அதில் மிக்ஸ் பண்ணிவிட்டு அந்த இஞ்சியெல்லாம் குத்தி வச்சுருக்குல்ல, அதுவும் மிக்ஸ் பண்ண பிறகு காஷ்மீரி சில்லி பவுடர் நம்ம ஃப்ரிட்ஜில் வச்சுருக்குது, அது ஒரு 2 ஸ்பூனு, நார்மல் சில்லி பவுடர் இருக்குது, அது ஒரு ஸ்பூனு, கொஞ்சம் மஞ்சத்தூள் உப்பு போட்டுட்டு நல்லா ஃப்ரை பண்ணிடுங்க. ஃப்ரை பண்ண பிறகு அதில் இது சாஸ் இருக்குல்ல, அந்த ரெட் சாஸ் அது கொஞ்சம், அப்புறம் வந்து சோயா சாஸ் கொஞ்சம், இது 2 ஊற்றிடுங்க. ஊற்றி ஃப்ரை பண்ணி பாருங்கள். അപ്പോൾ മഹേശ്വരി ചേച്ചി ടൊമാറ്റോ ഫ്രൈ എങ്ങനെയാണ്, ഞാൻ പകുതിയൊക്കെ ചെയ്ത് വെച്ച് വന്നത്, ഇനി അതിൽ എന്തൊക്കെയാണ് ഇടാന്ന് ചോദിച്ചത്. അന്നേരം ആ വീട്ടിൽ ഇവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കില്ല.
നമ്മൾ ഓരോ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഓരോന്ന് പഠിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ചേച്ചി അങ്ങനെ? അന്നേരം പറഞ്ഞ അമ്മ മരിക്കുന്നതിന് മുൻപേ, മരിക്കുന്ന തലേ ദിവസം അമ്മ കഴുകി വെച്ചു പോയ പാത്രങ്ങൾ, അമ്മയുടെ ഒരു ഡ്രസ്സ് ഒരഴയിൽ ഇട്ടിട്ടുണ്ട്, ആ ഇട്ട ഡ്രസ്സ് അമ്മ കഴുകി എടുത്ത് വെച്ച ഓരോ ഗ്ലാസും പാത്രവും, അമ്മ കത്തി വെച്ചത്, നമ്മൾ കട്ട് ചെയ്യുന്ന കത്തിയില്ലേ ആ കത്തി ഇട്ട് വെച്ചത് എല്ലാം അച്ഛൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അടുക്കളയിൽ പോകും, എല്ലാം നോക്കും. ഒരേ ഒരു പ്ലേറ്റും ഒരു ഗ്ലാസ്സും ഒരു ബൗള്, ഇത് മാത്രമാണ് അച്ഛൻ യൂസ് ചെയ്യുന്നത്. അമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം കഴുകി കമഴ്ത്തി വെച്ച പാത്രങ്ങളെല്ലാം അതുപോലെ ഇരിക്കുന്നുണ്ട് അമ്മു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൽ പൊടിയൊക്കെ വരില്ലേ ചേച്ചി? അതെല്ലാം അച്ഛൻ ഇങ്ങനെ തട്ടി 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 മാറ്റും പൊടി, അതെടുക്കാൻ പോലും ഞങ്ങളെ സമ്മതിക്കില്ല. അപ്പോൾ ടൊമാറ്റോ ഫ്രൈ. അപ്പോൾ ഇങ്ങനെയാണ് അച്ഛൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അമ്മയുടെ ബെഡ്റൂം, അമ്മ കിടന്ന റൂമിൽ അമ്മ എവിടെയോ പോയി വന്നപ്പം ഇട്ട് മാറിയ സാരി അത് മടക്കി റൂമിൽ ഒരു അഴയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അത് അതുപോലെ അവിടെ കിടപ്പുണ്ട്. അച്ഛൻ കിടക്കുന്ന ബെഡിൽ അത് നോക്കിക്കൊണ്ട് അച്ഛൻ കിടക്കുക. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ മൂല്യം ആലോചിച്ച് നോക്കും. ഇതൊക്കെ പറഞ്ഞ് ചേച്ചി കരഞ്ഞപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ചേച്ചിയെ കാണിക്കാതെ, പക്ഷെ ചേച്ചി കരയുന്നില്ല, ചേച്ചി ഇങ്ങനെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് എനിക്കങ്ങ് എൻ്റെ മനസ്സ് പിടിച്ച് കിട്ടുന്നില്ല. ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി. അപ്പോൾ ചേച്ചി ചോദിക്കുക എന്നാ അച്ചമ്മോ? അപ്പം ഞാൻ പറഞ്ഞു അത് ചേച്ചി കണ്ണിൽ മസ്കാര ഇട്ടിട്ടേ അത് ഞാനിങ്ങനെ കണ്ണ് തിരുമിയപ്പോൾ അത് കണ്ണിൽ പോയി, അപ്പോൾ കണ്ണ് കഴുകിയിട്ട് വാ. ഞാൻ പറഞ്ഞാൽ ആ കുഴപ്പമില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ അപ്പം ഞാൻ പറഞ്ഞു, രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ ചേച്ചി ഇന്നലെ ചേച്ചിയുടെ വിഷമങ്ങൾ കേട്ടിട്ട് ഞാൻ കരയായിരുന്നു. അന്ന് രാത്രിയും ഞാൻ ബെഡിൽ ഇങ്ങനെ കിടന്ന് കുറേ കരഞ്ഞു. ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് പോയി. ഒരുപാട് ആലോചിച്ച് ഭയങ്കര സങ്കടമായി. അവരുടേത് മാത്രമല്ല, മഞ്ചേരീസിലുള്ള ഓരോരുത്തരുടെ കഥകൾ കേട്ടാൽ എൻ്റെ തല പൊട്ടിത്തെറിക്കും. ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര അവരുടെ ഹസ്ബൻഡ് വെള്ളടിച്ചു വന്ന് ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കുമോ കിച്ചൂട്ടാ, ദൈവമേ അവരിനിയിപ്പം നാളെ അതിനെ എങ്ങനെ സോൾവ് ചെയ്യും, അവരെന്ത് ചെയ്യും, അങ്ങനെ ഒരു അനുമാതാജിയൊക്കെ ഉണ്ട്. അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ. അവരുടെ ഒരു അവസ്ഥയൊക്കെ ഭയങ്കരമാണ്. അപ്പം ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ അറിയാതെ നിറഞ്ഞുപോയി. ഈശ്വര അവരെന്ത് ചെയ്യും, അവരെങ്ങനെ സസ്റ്റെയിൻ ചെയ്യും, കിച്ചൂട്ടാ ധൈര്യം കൊടുക്കണേ, അവരെ മനസ്സിന് അവരൊന്ന് പിടിച്ചു നിൽക്കണേ. ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളൂട്ടോ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഓരോരുത്തരുടെ കാര്യവും ആലോചിച്ചിട്ട് ചില രാത്രികൾ ഞാനങ്ങ് കരഞ്ഞു തീർക്കും. ശരിക്കും കരഞ്ഞു വെക്കും. രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അല്ലെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അവർ ചോദിക്കും എന്നെ വെച്ചു ഉങ്ക കണ്ണെല്ലാം ഒരുമാതിരി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു സമയാ തല വലിക്കുന്നത് എന്നാ പണ്ടത് തൂക്കമേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇതാക്കി. കാരണം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരും ഓരോരുത്തരുടെ ലൈഫ് അടുത്ത് കേൾക്കുമ്പോൾ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ ആലോചിക്കുക, നമ്മളെ ഭഗവാൻ എത്ര സംരക്ഷണത്തിലാണ് നിർത്തിയിരിക്കുന്നത്, എത്ര സമാധാനത്തിലാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ഈശ്വരനോട് നന്ദി പറയാം, എപ്പോഴും നന്ദി പറയാം. ഒരച്ഛൻ്റെ അമ്മയുടെയും അവസ്ഥ എന്ന് പറയുമ്പോൾ അവർ കുറേ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയോ അവരിങ്ങനെ ഒരു വീടൊക്കെ ആക്കുന്നു, മകനില്ല, മരുമകളില്ല, അനാവശ്യമായി അവരെ കുറ്റപ്പെടുത്തുന്നു. അതൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇന്നലെ ഞാൻ ഏകാദശി ബുക്ക് അയക്കുമ്പോഴും അവരുടെ വാൽക്കണ്ണാടി ഓർഡർ എടുത്തപ്പോഴും ഒക്കെ ആ പേരെഴുതുമ്പോഴൊക്കെ അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ അവസ്ഥകൾ നമുക്ക് ചുറ്റും ഉണ്ട്. ഈ ലൈവിലൊന്നും പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്തു നിന്ന് നമ്മളെ ഭഗവാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഭക്തിരസാമൃത സിന്ധുവിൽ ഭക്തിയെ പറ്റി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമ്മത്യാ നാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാമ്യകർമ്മങ്ങളിലൂടെയോ അനു ഇവിടെ ഉണ്ടോ? റിലാക്സ്, ശരിയാവൂടാ, തളരാതെ. കാമ്യകർമ്മങ്ങളിലൂടെയോ തത്വജ്ഞാനത്തിലൂടെയോ ഭൗതികമായ നേട്ടമുണ്ടാക്കാനുള്ള ആഗ്രഹം കൂടാതെ അനുകൂല ഭാവേന കൃഷ്ണനെ ദിവ്യപ്രേമത്തോടെ സേവിക്കണം. അതാണ് ഉത്തമ ഭക്തി. അതായത് നമുക്ക് ഒരുപാട് എന്താ പറയാ തത്വജ്ഞാനത്തിലൂടെയോ
ഏട്ടൻ നല്ല ഭക്തനാണ്, അതിലുപരി ഡോക്ടറാണെങ്കിലും നല്ല ഭക്തനാണ്. പേഷ്യൻസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മാതാജിയെക്കുറിച്ച്. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഏട്ടൻ വേണ്ടത് ചെയ്തുതരും, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇപ്പം നമ്മുടെ മഞ്ജരീസിലൂടെ നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങൾ പല ക്ഷേത്രങ്ങളിലും ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും നമുക്ക് റെമ്യൂണറേഷൻ കാണിക്കും. മാം ഇത് വാങ്ങണം, അല്ലെങ്കിൽ മാതാജി ഇത് സ്വീകരിക്കണം. നമ്മൾ വാങ്ങില്ല. കാരണം എന്താ അറിയും, ആ തത്വജ്ഞാനം വിറ്റിട്ട് നമുക്കൊരു പൈസ വേണ്ട. മനസ്സിലായില്ലേ? ഒരിക്കലും നമുക്കത് വേണ്ട. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് പ്രഭാഷണത്തിന് വന്നിട്ട് പൈസ വാങ്ങാത്തത്? പലരും പൈസ പറഞ്ഞിട്ടാണ് വരിക. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, മഞ്ജരീസിന് അത് വേണ്ട. അതുപോലെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, നല്ല ഫോളോവേഴ്സായി തുടങ്ങി, അല്ലെങ്കിൽ എന്താ പറയുക, യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കിക്കൂടെ, നിങ്ങൾക്ക് അത് മോണിറ്റൈസേഷൻ കൊടുത്തൂടെ? ഞാൻ പറഞ്ഞ ആവശ്യമില്ല. ഞങ്ങളുടെ മഞ്ജരീസിൽ ആ മോണിറ്റൈസേഷൻ ഞാൻ കൊടുക്കില്ല. അത് നിങ്ങൾ കൊടുക്കാഞ്ഞാൽ അത് ഫേസ്ബുക്കിന് കിട്ടുന്ന കാശ്. ഞാൻ ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ, നമുക്കത് വേണ്ട. അതിന് 1000K ആയാലും ഞങ്ങൾക്ക് ആ മോണിറ്റൈസേഷൻ വേണ്ട. നമ്മൾ മോണിറ്റൈസേഷൻ കൊടുത്തിട്ടില്ല, ഫേസ്ബുക്കിനും കൊടുത്തിട്ടില്ല, യൂട്യൂബിനും കൊടുത്തിട്ടില്ല. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ പല ചാനൽസും യൂസ് ചെയ്യുന്നുണ്ട്. അവരും നമ്മളോട് ചോദിച്ചു, മാം എന്തെങ്കിലും. ഒന്നും വേണ്ട, നിങ്ങൾക്ക് ക്ലാസ് വേണോ ഡൗൺലോഡ് ചെയ്തെടുത്ത് കൊണ്ടുപോളൂ, നമുക്ക് പേയ്മെൻറ്റ് വേണ്ട. കാരണം ഭഗവാന്റെ തത്വജ്ഞാനം ഇത് എൻ്റെ അറിവല്ല, നമ്മുടെ ആരുടെ അറിവല്ല, ശ്രീല പ്രഭുപാദർജിയുടെ അറിവാണ്. ആ അറിവ് അദ്ദേഹം കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന്റെ ഗുരുവിലൂടെ ഒരുപാട് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു കാലത്ത് ആ മനുഷ്യൻ ഒരുപാട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം രാവും പകലും ഉണ്ടാക്കിയെടുത്ത നേടിയെടുത്ത ഒരു ജ്ഞാനം അതൊരു പുസ്തക രൂപത്തിൽ നമുക്ക് കിട്ടി, അതും വിശദമായി എഴുതി തന്നിട്ട് ആ പുസ്തകം വായിച്ച് അതിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പല പ്രഭാഷണത്തിലൂടെയും കൊടുത്തിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ട അത്. അപ്പോൾ ഭഗവാൻ നമ്മൾക്ക് ഇപ്പുറത്തൊരു കർമ്മം തന്നിട്ടുണ്ട്, ഒരു ജോലി തന്നിട്ടുണ്ട്. ആ ജോലി ചെയ്യുന്നു, നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലാതെ ആഗ്രഹം കൂടാതെ അനുകൂല ഭാവേനെ കൃഷ്ണനെ ദിവ്യപ്രേമത്തോടെ സേവിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഉത്തമ ഭക്തി എന്നാണ് ഭഗവാൻ നമ്മളെ ഗീതയിലൂടെ പഠിപ്പിക്കുന്നത്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനെത്തുന്ന ഈ 4 വിധക്കാരും ഒരു ശുദ്ധ ഭക്തന്റെ സത്സംഗം ഉണ്ടായാൽ പരിശുദ്ധി നേടി പരമഭക്തരാവുന്ന പറയുന്നത്. 4 തരത്തിലുള്ള ആൾക്കാരും ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഭഗവാന്റെ സേവനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപ്പെല്ലാം കറക്റ്റ് ഇറക്കാക്ക താളിക്കല താളിക്കണം. തേങ്ങ എണ്ണയിൽ കടുക്, ഇത് കറിവേപ്പില, கொத்தமல்லியோட இதில் சோயா சாஸ் கம்மியாக இருக்குது. இன்னும் கொஞ்சம் ஊற்றணும். அது அப்போ தான் ஸ்வீட்னஸ் வரும். அந்த ஸ்வீட்னஸ் வேணும். ரெட்டு இருக்குல்ல, ரெட்டு சாஸ் அது கொஞ்சம் ஊற்றணும். கருப்பு சாஸ் தான் ஊற்றணும். சோயா ஊற்றல? இல்லை அது ரெட்டு தான் நிறைய ஊற்றணும். ஊற்றுனீங்களா? இன்னும் கொஞ்சம் ஊற்றிக்கோங்க, சூடு பண்ண வேண்டாம். அப்படியே இதில் வந்து தாளிச்சிடுங்க அக்கா. தேங்க்ஸ் அக்கா. பாவம் சூடாக இருக்கா, ஹாட்டாக இருக்கா கிச்சனில்? ചൂടാ, ഹെൽപ്പ് ചെയ്യാൻ ഞാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള 4 കാര്യങ്ങളുള്ള ആളുകൾ, അതായത് ദുഃഖിതരായാലും ശരി, അറിവ് നേടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിലും ശരി, ഭഗവാനെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും ശരി, പണത്തിനോട് ആസക്തിയുള്ളവരാണെങ്കിലും ശരി, ആരായാലും ശരി, അവരൊരു ശുദ്ധമായ സത്സംഗം കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റിവെച്ച് ഈശ്വരനിലേക്ക് അടുക്കാനുള്ളൊരു വഴി നോക്കുന്ന പറയുന്നത്. അതാണ് സത്സംഗത്തിന്റെ പവിത്രത. അപ്പം നമുക്കെല്ലാവർക്കും 2 തരം ക്യാരക്ടർ ഉണ്ട്, ഇല്ലേ? ഇപ്പം ഞാനിവിടെ ലൈവിൽ വന്നിരുന്ന് നിങ്ങളോട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. കാരണം എന്താ, ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അതിലുപരി ഒരു സത്സംഗ സീനാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ നിങ്ങളോട് ഭയങ്കരം ഇങ്ങനെ എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ എൻ്റെ മകനോടോ എൻ്റെ ഭർത്താവിനോടോ ഒന്നും ബിഹേവ് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കില്ല, അല്ലേ? വളരെ നാച്ചുറലായിട്ട് നമ്മുടെ സ്വതസിദ്ധമായ സ്വഭാവത്തിൽ ഈ 2 വിധത്തിലും ആയിരിക്കില്ല ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇടപെടുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് തമാശ പറഞ്ഞ് ഒരു ഹാഷ് പൂഷ് രീതിയിലായിരിക്കും ഇടപെടുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയുക, സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവത്തിന് പോലും ഉടമകളല്ല നമ്മളെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? സ്ഥിരമായിരിക്കുന്ന ഒരു എന്താണ് ഷാജി, ആ ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. എൻ്റെ ഒരു അനിയൻ, അവന് റീചാർജിന് ഒന്ന് ബുദ്ധിമുട്ടി, സ്വാഭാവിക റീചാർജ് ചെയ്ത്, അതിപ്പോൾ എന്തിനാ ഇവിടെ പറയണേ? പോളോ
അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയുക, നമ്മൾ ഒരു വ്യക്തികളാന്ന് പറയുമ്പോൾ ഈ ശരീരമോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സ്വഭാവമോ പോലും നമുക്ക് എന്തല്ല, സ്വന്തമല്ല. വ്യത്യസ്തകൾ സമയത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് സഞ്ജു പറയോ ഇത് കൃഷ്ണനല്ല ആരാധിക്കുന്നത്, ഭദ്രകാളിയെന്ന് പറയും. അപ്പം സ്വാഭാവികമാണ് നമ്മളെ എല്ലാവരുടെയും ജീവിതം, താൽക്കാലികവുമാണ് എന്ന് കരുതി നമ്മൾ വലിയ സംഭവമാണെന്നോ ഭക്തരാണെന്നോ നമ്മൾ വലിയ എന്തോ ആണെന്നോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ഇങ്ങനെയാണ്, ഇതുപോലെ അങ്ങ് പോയാൽ മതി. ഇതിലൊരു ബിൽഡപ്പും വേണ്ട, ഇതിലൊരു മോഡിഫിക്കേഷൻസോ ഒന്നും നമുക്ക് ആവശ്യമില്ല. മനസ്സ് തുറന്ന് ഈശ്വരനെ ഭജിക്കുക. കൃഷ്ണനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ കൃഷ്ണനെ ഭജിച്ച് മുന്നോട്ട് പോവുക. അത് ഉത്തമ ഭക്തിയായിരിക്കും. മനസ്സിലായില്ലേ? ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ എത്തുന്ന ഈ 4 ആൾക്കാരും പെട്ടെന്നൊരു സത്സംഗം കേട്ടാൽ ചേഞ്ച് ആവുന്ന ഭഗവാൻ പറയുന്നത്. ദുഷ്കൃതികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദുഷ്ട മനസ്സുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സ്വാർത്ഥതയായിരിക്കും. എനിക്ക് വേണം, എൻ്റേത് മാത്രം, എനിക്ക് എന്ത് നേട്ടം, ഇത് മാത്രമായിരിക്കും ഈ ദുഷ്ട മനസ്സുള്ള ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്. സംയമരഹിതമായിരിക്കും. ആധ്യാത്മിക ലക്ഷ്യങ്ങൾ ഇല്ലാത്തവരാകയാൽ അവർക്ക് ഭക്തിയുത സേവനം കുറച്ച് ദുഷ്കരമാണ്. അവർക്ക് ആധ്യാത്മിക ലക്ഷ്യങ്ങളൊന്നുമില്ല. അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഈ ഭൗതികമായ നേട്ടങ്ങളായിരിക്കും. നല്ലൊരു വീട് വെക്കണം, ബാങ്ക് ബാലൻസ് ഉണ്ടാവണം, കടങ്ങളൊക്കെ തീരണം, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വാങ്ങണം, നല്ല കുറേ പറമ്പ് മേടിക്കണം, നല്ല ബിസിനസ് തുടങ്ങണം, അതിലൂടെ പേരെടുക്കണം. ഇങ്ങനെയുള്ള ഭൗതിക നേട്ടങ്ങളിലൂടെ ജീവിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അത് ചിലപ്പോൾ കിട്ടും, കിട്ടാതിരിക്കാം. പക്ഷെ അതൊന്നും നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ എന്താ ചിന്തിക്കുക? നമുക്ക് കുറെ ജപിക്കണം, കുറച്ചും കൂടെ നമുക്ക് ഭഗവാനെ അടുത്തറിയണം, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവണം, ഒരു ആത്മീയ ആനന്ദ അനുഭൂതി എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു ചിന്ത നമുക്കുള്ളിൽ വരും. ഈ ചിന്ത മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഭൗതികതയിൽ ജീവിക്കും, ഇല്ലേ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിന് പോകുന്നുണ്ട്, നല്ലോണം മേക്കപ്പ് ഇടണം. അറിയാലോ നിങ്ങൾക്ക്, ചില സമയത്ത് ഞാൻ ലൊക്കേഷൻ ഓടി വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പുട്ടി അടിക്കണം, പുട്ടി അടിച്ച് കയറ്റി നമ്മൾ കുറേ മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര ബളബളാന്നുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. എന്താണെന്നറിയാം? ഇതെൻ്റെ ജോലി മാത്രമാണ്. എൻ്റെ ഹൃദയം എപ്പോഴും കൃഷ്ണൻ്റെ ആ പാദങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. ശ്രീമതി രാധാറാണിയുടെ കാരുണ്യത്തിനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ജപിക്കണം, വായിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരിക്കും നമ്മൾക്കുള്ളിൽ. പക്ഷെ പുറമെ നമുക്ക് നമ്മുടെ ഈ സാഹചര്യത്തിൽ ജീവിച്ചേ പറ്റൂ, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. നമ്മുടെ ജോലി, നമ്മുടെ പ്രൊഫഷൻ ഓരോന്നായി പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവുന്നുണ്ട്? എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു നമ്മുടെ ആർട്ടിസ്റ്റ് സുകുമാരി അമ്മ. അമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം കഥാപാത്രങ്ങൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ അമ്മ ചെയ്തു. പക്ഷെ അമ്മ ഒരു നല്ല ഭക്തയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾക്കറിയാലോ, മിസ്റ്റർ ബട്ട്ലർ മൂവി ചെയ്ത തടിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ലളിതശ്രീ എന്ന് പറയും. അമ്മ ഇവിടെ ചെന്നൈയിലാണ്. ഞാനും അമ്മയും മിക്കപ്പോഴും ചാറ്റ് ചെയ്യാറുണ്ട്. അമ്മ ഓരോ നിമിഷവും അമ്മ എന്താ പറയുക, ഭയങ്കര ഭക്തിയാണ് അമ്മയ്ക്ക്. ഓരോ സെക്കൻഡും അമ്മ ഭക്തിയിലാണ്. അമ്മയ്ക്ക് എത്രയോ 7, 8, 9 ലാംഗ്വേജ് അമ്മയ്ക്ക് അറിയാം. ഞങ്ങൾ ഡബ് ചെയ്യുന്ന മുഴുവൻ എന്താ പറയുക സ്ക്രിപ്റ്റുകളും അമ്മയാണ് മലയാളത്തിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, മലയാളത്തിലേക്ക് ഇങ്ങനെ മാറ്റി ഇടുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അമ്മ എന്താ പറയുന്നത്, ഇസ്കോണിന് വേണ്ടി ഇപ്പോൾ ഒരു ഇതിട്ടിട്ടുണ്ട്, ഒരു പ്രൊജക്റ്റ് അമ്മ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും അറിവുകളുള്ള ആ ഒരു വ്യക്തി എന്തെല്ലാം കഥാപാത്രങ്ങൾ ചെയ്തു അവർ. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഭക്തിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. നല്ല ഭക്തിയുണ്ട് ആ അമ്മയ്ക്കൊക്കെ, ഗംഭീരമായ ഭക്തിയുണ്ട്. അപ്പോൾ ഈ ഭക്തിയും നമ്മുടെ പ്രൊഫഷനും നമ്മുടെ നിത്യജീവിതവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇപ്പോഴും മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? പിന്നെ മേക്കപ്പ് ഇടാതെ വന്നിരിക്കുമോ? ഇട്ടിട്ടുണ്ട്. എന്തിനാ പല്ലിയാന്ന് പറയുന്നത് കണ്ടറിഞ്ഞൂടെ? ഹരേ കൃഷ്ണ. എന്നാൽ അവരിൽ ചിലർ യാദൃശ്ചികമായി ശുദ്ധ ഭക്തനുമായുള്ള സമ്പർക്കത്തിൽ ശുദ്ധ ഭക്തയായി തീരുന്നു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ സിനിമയിലിടുന്ന അത്ര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പെണ്ണുങ്ങളായാലും ആരാ അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടപ്പെടാത്തവർ അല്ലേ? നമ്മൾ പെണ്ണുങ്ങൾക്ക് കുറച്ചൊക്കെ അണിഞ്ഞൊരുങ്ങാനും നല്ല വസ്ത്രം ഇടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇതിലൊന്നും അല്ല നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ കൃഷ്ണൻ ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. താങ്ക്സ് അക്ക. அவனை 2 சப்பாத்தி தான் சாப்பிட்றேன். போதும் சொல்கிறேன். அதை வச்சுட்டேன், நீ எடுத்து சாப்பிடு.
ஹாட் பாக்ஸில் போட்டு வச்சுருக்கேன், வெட்டி பார்த்துட்டு வரேன். ഓക്കെ അക്ക. അപ്പോൾ ശുദ്ധഭക്തനുമായുള്ള ആ ഒരു സമ്പർക്കത്താൽ ശുദ്ധഭക്തരായി തീരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ചില സമയങ്ങളിൽ ചില വ്യക്തികളുമായിട്ട് കൂടുമ്പോൾ അവരിലുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ പോസിറ്റീവ് എനർജി അതും നമ്മൾക്കൊരു അക്സെപ്റ്റൻസ് ആണ്. അവരോട് ഇടപെടുമ്പോൾ ചില വ്യക്തികളോട് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാൻ തോന്നൂല. അവരുടെ ആ ഒരു സംസാരം രീതി നല്ല എന്താ പറയാ ഒരു പ്രത്യേകതയാണ്, മനസ്സിലായി. ആ ഒരു പ്രത്യേകതയിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് അങ്ങനെ ഇരുന്ന് പോകാൻ തോന്നും. പക്ഷെ ചില സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ, എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയാ മതി എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എല്ലായ്പ്പോഴും കാമ്യകർമ്മങ്ങളിൽ തിരക്കേറിയവർ ഭൗതിക ക്ലേശങ്ങളോടെ ഭഗവത് സന്നിധി പോകുമ്പോൾ വിശുദ്ധരായ മറ്റു ഭക്തന്മാരുമായി അവർക്ക് സഹവസിക്കാൻ അവസരം കിട്ടുകയും തന്മൂലം അവർ ശുദ്ധ ഭക്തരാവുകയും ചെയ്യുന്നു. ഇത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞത്. എപ്പോഴും ഈ ഭൗതികതയിൽ ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഒന്ന് ഭഗവാന്റെ വളരെ അടുത്ത ഭക്തരുമായി ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സും ചേഞ്ച് ആവും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വൃന്ദാവന യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എല്ലാം ജീവിച്ച് ഈ രീതിയിലെല്ലാം അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് വഴിപാട് ചെയ്ത് ജപിച്ച് വായിച്ച് നമ്മുടെ ജോലി ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോയിട്ട് നമ്മൾ ഒരു സന്ദർഭത്തിൽ വൃന്ദാവനത്തിൽ എത്തുമ്പോൾ അവിടെയുള്ള ആ ജീവിത രീതിയിലേക്ക് നമ്മൾ ഒരു 5-10 ദിവസം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറേയൊക്കെ ചേഞ്ച് ആവും. നമ്മൾ പോലും അറിയാതെ രാധേ രാധേ എന്ന് പറഞ്ഞു പോവും. അങ്ങനെ പറഞ്ഞു പോവും നമ്മൾ. അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ. നമ്മളൊക്കെ ഇപ്പം വീട്ടിൻ്റെ അടുത്തുള്ളവരെ വിളിക്കുകയാണെങ്കിൽ ചേച്ചി, ചേട്ടാ, അക്ക എന്നൊക്കെ അല്ലേ വിളിക്കുക. പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാധേ രാധേ എന്ന് വിളിക്കുമ്പോൾ റിപ്ലൈ തരും രാധേ രാധേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് ഒരു നല്ല ഒരു ഫീലാണ്. അത് നമ്മളിപ്പോൾ യാത്ര ചെയ്തവർക്കറിയാം. ഭയങ്കര ഒരു ഫീലാണ് ആ ഒരു ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഈശ്വര എങ്ങനെയാ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, പക്ഷെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ആ ജീവിതത്തിന്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ജീവിച്ച ആൾക്കാരാണെങ്കിലും ഭഗവാനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മളിലും നല്ല ചേഞ്ചസ് വരുന്നതാണ് ഇവിടെ ഈ പറഞ്ഞ വേർഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതിക ലോകത്തിൽ നിന്ന് നിരാശ മാത്രം ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ നമുക്കെല്ലാവർക്കും ഈ ലോകത്ത് നിരാശ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ശുദ്ധഭക്തന്മാരുമായി ബന്ധപ്പെടാൻ വരുന്നു അല്ലെ. ചിലപ്പോൾ നമുക്ക് ഈ ലോകത്ത് എപ്പോഴും നിരാശയാണ്. നമ്മൾ എന്തെല്ലാം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അതിൽ ഉപ്പില്ല, മഞ്ഞപ്പൊടി ഇല്ല, മുളകില്ല എന്നുള്ള കംപ്ലൈൻസും, കുട്ടികളെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു തന്നു എന്നുള്ള കുറേ പരാതികളും, അല്ലെങ്കിൽ ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം, ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം, ഇങ്ങനെ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിരാശയ്ക്കപ്പുറം നമ്മൾ കുറച്ചൊരു നല്ല ഒരു ക്ഷേത്രത്തിലെത്തുകയാണ്. എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ ഇടപെട്ട് അവരിങ്ങനെ എപ്പോഴും ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നു, ഭഗവാന്റെ കഥകൾ പറയും. നമ്മളിങ്ങനെ അറിയാതെ അവിടെ ഇരുന്ന് പോകും അല്ലേ. അപ്പം അവർ ഒരു പരിചയവും ഇല്ലെങ്കിലും കഴിച്ചോ ഇരിക്കൂട്ടോ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ വല്ലാണ്ട് ആ അവസ്ഥയിൽ അങ്ങോട്ട് ഇഴുകിച്ചേർന്നു പോകും ഇല്ലേ. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിന് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം എന്താണ്, നമുക്ക് പെട്ടെന്ന് ഭഗവാന്റെ ആ ഒരു സത്സംഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി അത് നമ്മളിലേക്കും കൂടെ എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മൾക്കും അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇതേപോലെ ജ്ഞാനമണ്ഡലങ്ങളിലും പരാജയം സംഭവിക്കുമ്പോൾ ശുഷ്ക ദർശനികർ ഭഗവത് ജ്ഞാനത്തിന് വേണ്ടി ഉത്കണ്ഠാകുരായി ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഹൈന്ദവ കുലത്തിൽ ജനിച്ചിട്ട് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അറിവിന്റെ പരിമിതികൾ ഉണ്ടാവും. നമുക്ക് എല്ലാവരും പൂർണ്ണജ്ഞാനരല്ലല്ലോ. ഭഗവാൻ മാത്രമാണ് പൂർണ്ണരായിരിക്കുന്നത്. ഈ ഭൂമിയിൽ ആരും പൂർണ്ണമല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തില് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ ഭക്തര് ആയിട്ടുള്ള ആളുകൾ അവർക്ക് എല്ലാം പഠിച്ചു തികയണമെന്നില്ല. അവർക്ക് അതിനുള്ള ആൻസർ എങ്ങനെങ്കിലുമൊക്കെ കിട്ടും. ഏതെങ്കിലും വഴിക്ക് ഭഗവാൻ ആ ആൻസറുകൾ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പൂർണ്ണ ജ്ഞാനമില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും അത്ര അറിവില്ലാത്ത ചില വ്യക്തികൾ, അവർക്ക് ഇതൊക്കെ ഹൈന്ദവത്തെക്കുറിച്ച് അറിയാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഭഗവാന്റെ ഭക്തരുമായി വളരെ അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഞാൻ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാവുമ്പം ആ അവസരത്തിൽ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ അറിയാൻ ആഗ്രഹിച്ച് മനസ്സിൽ കാലങ്ങളായി കിടക്കുന്ന ഒരു ചോദ്യത്തിന് പെട്ടെന്നൊരു ആൻസർ കിട്ടും.
അപ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാനെ ഇത് ഞാൻ എത്ര കാലമായി അറിയാൻ ആഗ്രഹിക്കുന്നു. ചില ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലൊക്കെ നമ്മൾ വളരെ അറിയാതെ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഇരുന്ന് പോയാൽ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമായിരിക്കും. പക്ഷെ അതങ്ങ് കേട്ട് നമ്മൾ ഇരുന്ന് പോകും ഇല്ലേ? കുറച്ച് കഴിഞ്ഞ് പോകാം നമ്മൾ അങ്ങ് ഇരുന്ന് പോകും. അപ്പം ഇതൊക്കെ ഭഗവാന്റെ ഒരു ഏറ്റവും വലിയൊരു ലീലയാണ്. നമ്മൾ ഈ ജന്മം അതറിയാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ പോലും അറിയാതെ ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഭഗവാന്റെയോ മഹാഭാഗവതന്മാരുടെയോ കാരുണ്യത്താൽ അവ്യക്തിഗത ബ്രഹ്മജ്ഞാനത്തെയും സ്ഥാനീയ പരമജ്ഞാനത്തെയും അതിക്രമിച്ച് വ്യക്തിഗതനായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് അറിയുന്നു. മനസ്സിലായില്ലേ? ഭഗവാന്റെ കാരുണ്യോ അല്ലെങ്കിൽ മഹാഭാഗവതന്മാരുടെയോ ഭഗവാനെ കുറിച്ച് പറയുന്ന മഹാപണ്ഡിതന്മാരുടെയോ കാരുണ്യത്താൽ അവ്യക്തിഗത ബ്രഹ്മജ്ഞാനത്തെ, അതായത് നമ്മൾ പോലും അറിയാത്ത, ഒരിക്കൽ പോലും ചിന്തിക്കാനോ ചിന്തകൾക്കപ്പുറമോ ഇരിക്കുന്ന ഒരു ഭഗവാനെ, ഒരു ബ്രഹ്മത്തെ, ഒരു അറിവിനെ, ഒരു ജ്ഞാനത്തെ, അതിൻ്റെ സ്ഥാനീയ പരമജ്ഞാനത്തെയും ആ സ്ഥാനം അലങ്കരിക്കുന്ന പരമമായിരിക്കുന്ന അറിവിനെയും അതിക്രമിച്ച്, അതും കഴിഞ്ഞ് വ്യക്തിഗതനായിരിക്കുന്ന ഭഗവാനെ കുറിച്ച്, ഭഗവാൻ എന്ന് പറയുന്ന ആ സത്യത്തെക്കുറിച്ച് അറിയാൻ ഭഗവാൻ നമുക്കൊരു കാരുണ്യം തരികയാണ്. അതേതെങ്കിലും വഴിക്ക്, ഭഗവാനിലൂടെയോ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട വ്യക്തികളിലൂടെയോ നമുക്ക് അത് അറിയാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ നമുക്ക് തരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ദുഃഖിതരും ജിജ്ഞാസുക്കളും ധനകാംക്ഷികളും ജ്ഞാനം അന്വേഷിക്കുന്നവരും ഒക്കെ ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് പ്രാപഞ്ചികമായിരിക്കുന്ന നേട്ടങ്ങൾ, ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ, ആധ്യാത്മികമായിരിക്കുന്ന ഉന്നതിക്ക് വേണ്ടി ഒരു തരത്തിലും ബന്ധപ്പെട്ടവയല്ലെന്ന് സത്യം മനസ്സിലാക്കി ശുദ്ധഭക്തരായി മാറും. അതായത് ഈ ലോകത്തിന്റെ പിടിയിൽ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ലൈഫ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആധ്യാത്മികമായ ജീവിതമുണ്ട്, ഞാൻ ഇത്ര കാലവും ആ ജീവിതം മനസ്സിലാക്കിയില്ലല്ലോ എന്ന ചിന്തയിൽ നിന്നൊക്കെ മാറി നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുട്ടി പ്രശ്നങ്ങൾ വരും. നമ്മൾ പോലും അറിയാതെ ഭഗവാനിലേക്ക് അടുക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് വരും ജീവിതത്തിൽ. കുറേ കാലം നമ്മളൊക്കെ നോൺ വെജ് കഴിച്ച് രുചിച്ച് കഴിച്ചവരാണ്. ഇന്ന് നമ്മുടെ മുമ്പിലുണ്ടായാലും ചില സന്ദർഭങ്ങളിൽ നമുക്കത് കുക്ക് ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മളത് ആഗ്രഹിക്കുന്നില്ല, കഴിക്കുന്നില്ല. ഒരു 41 ദിവസം മണ്ണുള്ള വ്രതം എടുക്കുമ്പോൾ ഈശ്വരാ ഇതെപ്പോൾ തീരും എന്ന് ചിന്തിച്ചിരുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ? പച്ചക്കറി കഴിച്ച് പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് നമ്മൾ വെജിറ്റേറിയനോട് നമ്മുടെ മനസ്സും ശരീരവും എന്താ പറയുക അടുത്തുപോയി. അതിന് കാരണം ഭഗവാനാണ്. അങ്ങനെ ഒരു അനുഗ്രഹം ഭഗവാൻ നമുക്ക് തന്നു അല്ലെ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജിൻസി, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇന്നലെ ജിൻസിക്ക് ഞാൻ എന്തോ അയച്ചിട്ടുണ്ട്, ഏകാദശി ബുക്കും അങ്ങനെ എന്തോന്നു. അപ്പോൾ ആ വിശുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ എത്തുന്നത് വരെ അതീന്ദ്രിയമായിരിക്കുന്ന ഭഗവത് സേവനം അനുഷ്ഠിക്കുന്നവർ കാമ്യകർമ്മങ്ങളുടെയും ഭൗതിക ജ്ഞാനകാംക്ഷകളുടെയും ദുഷിത വലയത്തിൽ പെട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാനെ നമ്മൾ അറിയുന്നത് വരെ നമ്മൾ എന്താണ്, നമ്മൾ ഈ ലോകത്തിന്റെ പിടിയിൽ ഇങ്ങനെ അമർന്ന് ജീവിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും. മനസ്സിലായില്ലേ? കാരണം അതിന് നമുക്കൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തിലൂടെ ഭഗവാൻ നമ്മളെ ഇങ്ങനെ യാത്ര ചെയ്യിപ്പിച്ച് കൊണ്ടുപോകും. ആ കാരണത്തിൽ എത്തിക്കഴിഞ്ഞാലോ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാനിലേക്ക് അടുത്തു പോകും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും. അങ്ങനെ അടുത്ത് നമ്മുടെ സ്വഭാവത്തിൽ കുറേ മാറ്റം വരും. ക്ഷമ, ധൈര്യം, സമാധാനം, എന്ത് സങ്കടം വന്നാലും ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞു തീർക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ ആയി മാറും നമ്മുടെ ജീവിതം. ആ ജീവിതമാണ് ഏറ്റവും സുഖകരമായ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ കണ്ടതിനും കേട്ടതിനും വന്നതിനും പോയതിനും ഒക്കെ നമ്മൾ കിടന്ന് വയലൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഭംഗിയില്ല. പക്ഷെ വയലൻ്റ് ആവേണ്ട അടുത്ത് വയലൻ്റ് ആവുകയും ചെയ്യണം. ഞാൻ വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല, ആയേ പറ്റൂ. പ്രതികരിക്കേണ്ടടുത്ത് നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം. പ്രതികരിക്കണ്ട എന്ന് തോന്നുന്നിടത്ത് അത്ര നിശബ്ദമായിരിക്കണം. അതാണ് വേണ്ടത്. കാരണം നമ്മളാരും ഗോസ്വാമിമാരുമല്ല, നമ്മളാരും ജീവിക്കുന്നത് ദ്വാപര യുഗത്തിലുമല്ല, കലിയുഗത്തിലാണ്. കലിയുഗം വളരെ മോശമാണ്. നമ്മളെല്ലാം ജീവജാലങ്ങളെ പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എവിടെ എത്തൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ധാർമ്മികമായിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവാം. ടുഡേ ശ്രീ എന്തോ മിസ്കോൺ എന്നൊരു മെസ്സേജ് വന്നു ബോംബെയിൽ നിന്ന്.
ഇവയെ അതിക്രമിച്ചു വേണം ഒരാൾക്ക് വിശുദ്ധ പരിമിതമായിരിക്കുന്ന സേവനത്തിലേക്ക് എത്താൻ. മനസ്സിലായില്ലേ? നമ്മൾ എല്ലാത്തിനെയും അതിക്രമിച്ചിട്ട് ഒരു വിശുദ്ധമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് നമ്മൾ എത്തണം. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം ചിലപ്പോൾ എന്താണ്, സാത്വികമായിരിക്കുന്ന മനോഭാവത്തിലൂടെ മാറിയെന്ന് വരൂല, പ്രതികരണശേഷിയിലൂടെ ചിലപ്പം മാറും. അങ്ങനെ മാറി നമ്മൾ ഭഗവാനിലേക്ക് എത്തണം. ഓക്കെ, സമയം എത്രയായി ഇപ്പം? ഒന്ന് പറയാം. 9:30 പറയൂ പറയൂ. ജിൻസി മാതാജി, സമയം എത്രയായി? നാളെ ഏകാദശിയാണ് കേട്ടോ. നാളെ ഏത് ഏകാദശിയാണ് പറയൂ, വേഗം പറയൂ. ആരാ പറയാൻ പോണു? ഞാൻ നോക്കട്ടെ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നാളെ ഏത് ഏകാദശിയാണ്? കൃഷ്ണ ഗുരുവായൂരപ്പ, നല്ല ഉറക്കം വരുന്നുണ്ട്. നാളെ ഏത് ഏകാദശിയാണ്? 9:32 10 മണി വരെ എടുക്കാം നമുക്ക്. നാളെ ഏത് ഏകാദശിയാണ്? 9:30. ഇത് ഏപ്രിൽ അല്ലേ? നാളെ ഏത് ഏകാദശിയാ? കാമത ഏകാദശി. കാമത ഏകാദശിയെ കുറിച്ച് പറഞ്ഞു തരട്ടെ. ചൈത്ര ശുക്ലപക്ഷ ഏകാദശി അല്ലേ? ചൈത്ര ശുക്ലപക്ഷ കാമത ഏകാദശി. കൃഷ്ണ ഗുരുവായൂരപ്പ, പറഞ്ഞുതരാം കേട്ടോ. നാളെ നമുക്ക് ഡേറ്റ് വരുന്നത് 8 അല്ലേ? 8 ഏപ്രിൽ 8 ചൈത്ര ശുക്ലപക്ഷത്തിലെ കാമത ഏകാദശി. അതെന്താന്ന് പറഞ്ഞുതരാം. ലളിതൻ ഏവരിലും ഭയമുണർത്തുന്ന ഒരു ഭീമാകാരനായിരിക്കുന്ന മനുഷ്യഭോജിയായ ഉഗ്രൻ രാക്ഷസനായി മാറി. ശ്രീ സുത ഗോസ്വാമി പറഞ്ഞു. ഇത് നടുവിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, സാരില്ല, എന്നാലും ഒന്ന് കേട്ടു പൊക്കോളൂ, പിന്നീട് വിശദമായി പറഞ്ഞുതരാം. ശ്രീ സൂത ഗോസ്വാമി പറഞ്ഞു, അല്ലയോ ഋഷികളെ, വസുദേവന്റെയും ദേവകിയുടെയും മകനായ പരമഭഗവാൻ ഹരി ഭഗവാൻ കൃഷ്ണന് എൻ്റെ വിനീതവും ആദരപൂർണവുമായിരിക്കുന്ന പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. അവിടുത്തെ കൃപയാൽ സകല പാപങ്ങളെയും ഒഴിവാക്കുന്ന തീർക്കുന്ന ആ ഉപവാസത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ആരാ പറയുന്നത്? ശ്രീ സൂത ഗോസ്വാമി പറയാണ്. പാപഹാരിയായിരിക്കുന്ന 24, അതായത് പാപങ്ങളെല്ലാം തീർക്കുന്ന 24 സർവപ്രധാനമായിരിക്കുന്ന ഏകാദശി മഹാത്മ്യങ്ങൾ, അതായത് 24 ഏകാദശി മഹാത്മ്യങ്ങൾ ഭഗവാൻ കൃഷ്ണൻ, ഏകാദശിയുടെ മഹാത്മ്യങ്ങള് ഭഗവാൻ കൃഷ്ണൻ ഭക്തനായിരിക്കുന്ന യുധിഷ്ഠിരനോട് വിവരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമസ്തേ. അതിലൊന്നിനെ കുറിച്ച് അദ്ദേഹം ശ്രീസൂത ഗോസ്വാമി വീണ്ടും പറയുകയാണ്. എന്താ പറയുന്നത്? പണ്ഡിതരായിരിക്കുന്ന മഹാമുനിമാർ ഈ വിവരണത്തിന് അടിസ്ഥാനമായിരിക്കുന്ന കഥകൾ, അതായത് ഏകാദശിയെ കുറിച്ചുള്ള വിവരണത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കഥകൾ 18 പുരാണങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മളവിടെ ഉണ്ട് പുരാണങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറെ കഴിയുമ്പോൾ എടുക്കാം ക്ലാസ്. ആദ്യം ഇതൊക്കെ തീരട്ടെ. ഓക്കെ. അപ്പോൾ ഈ വിവരണങ്ങൾ, ഈ ഏകാദശിയെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ 18 പുരാണങ്ങളിൽ നിന്നാണ് നമ്മുടെ ഋഷിവര്യന്മാരെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഭയങ്കരമായിരിക്കുന്ന അത്യുദാത്തങ്ങളാണ് അതൊക്കെ. വിവരിക്കാനും വിലമതിക്കാനും ആവാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ എന്നാ പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് പറയാണ്, അല്ലയോ ഭഗവാൻ കൃഷ്ണ, അല്ലയോ വാസുദേവ, എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അവിടുന്ന് സ്വീകരിച്ചാലും ചൈത്രമാസത്തിലെ, അതായത് മാർച്ച് ഏപ്രിൽ മാസം, അതാണ് ശുക്ലപക്ഷം എന്ന് പറയുന്നത്. എല്ലാവരും ഷെയർ ചെയ്യൂട്ടാ.
അതിൽ വരുന്ന ആ ചൈത്രമാസത്തിൽ വരുന്ന ഏകാദശിയെക്കുറിച്ച് ഭഗവാനെ അവിടുന്ന് എനിക്ക് പറഞ്ഞു തരൂ, വിവരിച്ചു തരൂ. എന്താണ് അതിന്റെ പേര്? ആ ഏകാദശിയുടെ മഹാത്മ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പറയാണ്, അല്ലയോ യുധിഷ്ഠിര, ഈ ഏകാദശിയുടെ പുരാതന ചരിതം ഞാൻ വർണ്ണിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. ഈ ചരിത്രം പണ്ട് വസിഷ്ഠ മുനി ഭഗവാൻ രാമചന്ദ്രന്റെ പ്രപിതാമഹനായിരിക്കുന്ന ദിലീപ ചക്രവർത്തിയോട് പറഞ്ഞതാണ്. ഭഗവാൻ പറയുന്നു, ഈ ഏകാദശിയുടെ ചരിത്രം ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ഈ ചരിത്രം, ഈ ഏകാദശിയുടെ ചരിത്രം പണ്ട് വസിഷ്ഠ മുനി ഭഗവാൻ രാമചന്ദ്രന്റെ പ്രപിതാമഹനായിരിക്കുന്ന ദിലീപ ചക്രവർത്തിയോട് പറഞ്ഞിട്ടുള്ളതാണ്. ദിലീപ ചക്രവർത്തി മഹാനായിരിക്കുന്ന വസിഷ്ഠ മുനിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ദിലീപ ചക്രവർത്തി മഹാനായിരിക്കുന്ന വസിഷ്ഠ മുനിയോട് ചോദിച്ചു, അല്ലയോ ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണ. വസിഷ്ഠ മുനിയോട് ദിലീപ ചക്രവർത്തി ചോദിക്കാണ്, ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണ, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയെ കുറിച്ച് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് ആരോട് ചോദിച്ചു? വസിഷ്ഠ മുനിയോട് ദിലീപ ചക്രവർത്തി ചോദിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പം നമ്മളും ഇവിടെ കേൾക്കാൻ പോകുന്നത്. വസിഷ്ഠ മുനി പറഞ്ഞു. എന്താ പറയുന്നത്? വസിഷ്ഠ മുനി പറയാണ്, അല്ലയോ രാജാവേ, അങ്ങ് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ. അത് ഭയങ്കരം വലിയ കാര്യമാണ് അങ്ങ് ഈ അന്വേഷിക്കുന്നത്. കാരണം ഏകാദശിയെക്കുറിച്ച് അന്വേഷിക്കുക, ഏകാദശിയെക്കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമാണ്. താങ്കൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ പറയാം. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ആ ഏകാദശിയുടെ പേര് കാമദ ഏകാദശി എന്നാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ആ ഏകാദശിയുടെ പേര് കാമദ ഏകാദശി എന്നാണ്. കാട്ടുതീ ഉണങ്ങിയ വിറകിനെ ചാമ്പലാക്കുന്നത് പോലെ ഈ ഏകാദശി സകല പാപങ്ങളെയും ചാമ്പലാക്കുന്നു. ഇത് അതീവ ആത്മശുദ്ധി വരുത്തുന്നതാണ്. വിശ്വാസത്തോടെ ആരാണോ ഇത് ആചരിക്കുന്നത് അയാൾക്ക് ഏറ്റവും ഉന്നതമായിരിക്കുന്ന പുണ്യം ലഭിക്കുന്നു. ഹേ രാജൻ, ഇപ്പോൾ ഒരു പുരാതനമായിരിക്കുന്ന ചരിത്രം കേൾക്കൂ. ആ ചരിത്രവും വളരെ പ്രശംസനാർഹമാണ്. അത് കേട്ടാൽ തന്നെ ഒരാളുടെ പാപങ്ങളെല്ലാം നശിക്കും. പണ്ടൊരിക്കൽ രത്നപുരം എന്നു പേരുള്ള ഒരു മഹാനഗരമുണ്ടായിരുന്നു. അത് സ്വർണവും മുത്തുകളും കൊണ്ട് അലങ്കരിച്ചതായിരുന്നു. അവിടെ കൂർത്ത വിശപ്പല്ലുള്ള നാഗന്മാർ അങ്ങനെ ജീവിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഈ രാജ്യത്തിന്റെ രാജാവിന്റെ പേര് പുണ്ടരീകൻ എന്നായിരുന്നു. പുണ്ടരീകൻ എന്നായിരുന്നു ആ രത്നപുരം രാജ്യത്തെ രാജാവിന്റെ പേര്. അവിടുത്തെ പ്രജകളിൽ ധാരാളം ഗന്ധർവന്മാരും കിങ്കരന്മാരും അപ്സരസുകളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും രത്നപുരത്തായിരുന്നു ജീവിച്ചത്. ഗന്ധർവന്മാരിൽ ഒരാൾ ലളിതനും അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ലളിതയും എന്നായിരുന്നു. ആ ഭാര്യ പ്രത്യേകിച്ചും ഭംഗിയായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയായിരുന്നു. ആര്? ലളിതന്റെ ഭാര്യ. അവർ രണ്ടുപേരും പരസ്പരം കടുത്ത പ്രേമത്തിലായിരുന്നു. അവരുടെ വീട്ടിൽ ധാരാളം വസ്തുവകകളും ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. ലളിത തന്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിച്ചു. അതുപോലെ അദ്ദേഹവും എപ്പോഴും അവളുടെ ചിന്തയിലുണ്ടായിരുന്നു.
ഒരിക്കൽ പുണ്ടരീക രാജാവിന്റെ കൊട്ടാരത്തിൽ അനേകം ഗന്ധർവന്മാരിങ്ങനെ നൃത്തം ചെയ്യുകയായിരുന്നു. ലളിതൻ ഭാര്യയെ കൂടാതെ തനിച്ചു നിന്ന് പാട്ട് പാടുകയായിരുന്നു. പാടുമ്പോൾ അദ്ദേഹം അപ്പോഴും ഭാര്യയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. മനസ്സാന്നിധ്യമില്ലാത്ത പാടിയതിനാൽ പാട്ടിന്റെ ലയതാള മാധുരി അയാൾക്ക് നഷ്ടമായി. കാരണം പാടുകയാണെങ്കിലും അയാളുടെ ചിന്തയിൽ ഭാര്യ ലളിതയായിരുന്നു. അതുകൊണ്ട് സംഗീതത്തിൽ ഏകാഗ്രത അദ്ദേഹത്തിന് ലഭിച്ചില്ല. വാസ്തവത്തിൽ പാട്ടിന്റെ പദാന്തം ലളിതൻ അനുചിതമായാണ് പാടിയത്. കൊട്ടാര പരിചാരകന്മാരായിരിക്കുന്ന നാഗന്മാരിൽ ഒരു അസൂയാലുവായ നാഗൻ രാജാവിനോട് ലളിതനെക്കുറിച്ചും ലളിതന്റെ പാട്ടിനെക്കുറിച്ചും പരാതി പറഞ്ഞു. പരമാധികാരിയായ രാജാവിന്റെ ചിന്തയിൽ മുഴുകി പാടുന്നതിന് പകരം ലളിതൻ തന്റെ ഭാര്യയുടെ ചിന്തയിൽ ആസക്തനായി കാണപ്പെട്ടു എന്നതായിരുന്നു പരാതി. നാഗൻ എന്താ പോയി പറഞ്ഞത്? അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് പാടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചാണ് ചിന്തിച്ചു പാടിയത്. അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. ആ ചിന്ത രാജാവിനെ വളരെയധികം കോപിഷ്ഠനാക്കി. ഇത് കേട്ട രാജാവ് ഭയങ്കരം ദേഷ്യത്തോടുകൂടി കോപം കൊണ്ട് കണ്ണുകളെല്ലാം ചുവന്ന് തുടുത്ത് പെട്ടെന്ന് അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ തത്വദീക്ഷയില്ലാത്ത മൂഢ, കൊട്ടാര ചുമതലകൾ നിർവഹിക്കുമ്പോൾ രാജാവിനെ ബഹുമാനിച്ച് ചെയ്യുന്നതിന് പകരം ഒരു സ്ത്രീയിൽ കാമാസക്തനായ നിന്നെ ഞാൻ ശപിക്കുന്നു. നീ ഉടനെ തന്നെ ഒരു നരഭോജിയായി തീരട്ടെ. അല്ലയോ രാജാവേ, ലളിതൻ ഉടനെ തന്നെ ഭയാനകമായ ഒരു നരഭോജിയായി മാറി. ഒരു വലിയ നരഭോജിയായ രാക്ഷസൻ, ഏവരെയും ഭയപ്പെടുത്തുന്ന ശരീരപ്രകൃതി. 8 മൈലോളം നീളമുണ്ടായിരുന്നു അവന്റെ കൈകൾക്ക്. വായ ഒരു വലിയ ഗുഹ പോലെയായിരുന്നു. നാസാരന്ധ്രങ്ങൾ വലിയ ഗർത്തങ്ങളായിരുന്നു. അതായത് മൂക്ക് വലിയ കുഴിയായിരുന്നു. കഴുത്ത് ഒരു പർവ്വതം പോലെയായിരുന്നു. കടിപ്രദേശങ്ങൾ 4 മൈലോളം വിസ്താരമുണ്ടായിരുന്നു. അവന്റെ ഭീമാകാരമായ ശരീരം 65 മൈലുകൾ ഉയരത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാവം ആസക്തി പൂണ്ട ആ ഗന്ധർവ ഗായകന് പുണ്ടരീക രാജാവിനോട് ചെയ്ത തെറ്റിന്റെ ഫലമായി വലിയ ദുരിതമനുഭവിക്കേണ്ടി വന്നു. ബീഭത്സകനായിരിക്കുന്ന, ആരെയും ഭയപ്പെടുത്തുന്ന ഒരു മനുഷ്യഭോജിയായി കഷ്ടപ്പെടുന്ന തൻ്റെ ഭർത്താവിനെ കണ്ട ലളിത ദുഃഖത്താൽ വളരെയധികം കരഞ്ഞു. രാജാവിൻ്റെ ശാപത്തിൽ ദുരിതമനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇങ്ങനെ കാണുവാനാണോ എൻ്റെ വിധി? ഞാൻ എന്ത് ചെയ്യണോ? ഞാൻ എവിടെ പോകണം? ഇങ്ങനെ ഓർത്ത് രാപ്പകൽ ലളിത കണ്ണീർ പൊഴിച്ചുകൊണ്ടേയിരുന്നു. ഗന്ധർവ പത്നിയായി ജീവിതം ആസ്വദിക്കുന്നതിനു പകരം രാജാവിൻ്റെ ശാപമേറ്റ് ഭീമാകാരമായ ശരീരത്തിലേക്ക് മാറേണ്ടി വന്ന തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആ ഘോരമായിരിക്കുന്ന കാട്ടിൽ ലളിതയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നു. അയാൾ ഘോരമായിരിക്കുന്ന പാപപ്രവൃത്തികളിൽ മുഴുകി സമയം മുഴുവൻ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഒരിക്കൽ സൗഭാഗ്യനായിരിക്കുന്ന ഒരു ഗന്ധർവൻ പൂർണ്ണമായ അറപ്പുണ്ടാക്കുന്ന ഭയാനകമായിരിക്കുന്ന ഒരു നരഭോജിയുടെ രൂപത്തിൽ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഭയാനകമായിരിക്കുന്ന ഈ സ്ഥിതിയിൽ തികച്ചും വിഷമം പൂണ്ട ലളിത കരഞ്ഞുകൊണ്ട് തൻ്റെ ഭ്രാന്ത മനസ്സോടുകൂടി ജീവിക്കുന്ന ഭർത്താവിൻ്റെ കാലടികൾ പിന്തുടർന്നു. ഏതായാലും ഭാഗ്യവശാൽ ഒരു ദിവസം ഋഷി
ഒരു ശൃംഗി ഋഷിയെ ലളിതയെ കണ്ടുമുട്ടി. പേരുകേട്ട വിന്ധ്യാചല പർവ്വത ശൃംഗത്തിലിരിക്കുന്ന ആ ഋഷി കണ്ടുമുട്ടിയ ഉടനെ അവൾ ആ ഋഷിക്ക് തൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. തൻ്റെ മുന്നിൽ പ്രണമിക്കുന്ന അവളെ കണ്ട ഋഷി പറഞ്ഞു, അല്ലയോ അതിസുന്ദരി, നീ ആരാണ്? നീ ആരുടെ പുത്രിയാണ്? നീ എന്തിനിവിടെ വന്നു ഈ കാട്ടിൽ? എല്ലാം സത്യമായി എന്നോട് പറയൂ. ലളിത പറഞ്ഞു, അല്ലയോ മഹാമുനി, ഞാൻ മഹാനായ ഗന്ധർവ വീരധൻവാന്റെ പുത്രിയാണ്. എൻ്റെ പേര് ലളിത എന്നാണ്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കിട്ടിയ പുണ്യത്താൽ നരഭോജി രാക്ഷസനായി ശപിക്കപ്പെട്ട എൻ്റെ ഭർത്താവ് മോചിക്കപ്പെടട്ടെ. അങ്ങനെ കിട്ടിയ പുണ്യത്താൽ അദ്ദേഹം യാതനകളിലും നിന്ന് രക്ഷ പ്രാപിക്കട്ടെ. ലളിത അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തൊട്ടടുത്ത് നിന്ന തൻ്റെ ഭർത്താവ് ഉടൻ തന്നെ രാജാവിൻ്റെ ശാപത്തിൽ നിന്ന് മോചിതനായി. തൻ്റെ ആദിമമായിരിക്കുന്ന ഗന്ധർവ ലളിതന്റെ രൂപം അയാൾക്ക് തിരിച്ചു കിട്ടി. അനേകം കമനീയമായിരിക്കുന്ന ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഒരു സുന്ദരൻ സ്വർഗീയ ഗായകനായിരിക്കുന്ന ഗന്ധർവന്റെ രൂപം ഇപ്പോൾ തൻ്റെ ഭാര്യ ലളിതക്കൊപ്പം മുമ്പുള്ളതിനേക്കാൾ ഐശ്വര്യം അദ്ദേഹത്തിന് അനുഭവിക്കാനിടയായി. ഇതെല്ലാം നൽകിയത് കാമത ഏകാദശിയുടെ മഹത്വവും പ്രഭാവവും കൊണ്ടാണ്. അവസാനം ആ ഗന്ധർവ ദമ്പതികൾ ഒരു വായു വിമാനത്തിൽ കയറി സ്വർഗാരോഹണം ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, രാജശ്രേഷ്ഠ, ആരാണോ ഈ വിസ്മയാവഹമായിരിക്കുന്ന വിവരണം കേൾക്കുന്നത്, അയാൾ ഈ പവിത്രമായിരിക്കുന്ന കാമത ഏകാദശി തൻ്റെ കഴിവനുസരിച്ച് അനുഷ്ഠിക്കുക തന്നെ വേണം. അത്ര വലുതാണ് ഒരു വിശ്വാസിയായ ഭക്തന് ലഭിക്കുന്ന ആ കഥയുടെ സാരവും പുണ്യവും. ഇത് കേൾക്കുക തന്നെ മഹത്കരമാണ്, ശ്രേയസ്കരമാണ്. അതുകൊണ്ട് മാനവ സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞാനിതിൻ്റെ മഹത്വം ഇവിടെ വിവരിക്കുന്നത്. കാമത ഏകാദശിയേക്കാൾ മെച്ചപ്പെട്ട വേറൊരു ഏകാദശി ഇല്ല. ബ്രാഹ്മണ ഹത്യാ പാപം അതുവരെയും ഈ ഏകാദശി കാരണം ഉന്മൂലനം ചെയ്യാനാകും. അത് പൈശാചികമായിരിക്കുന്ന ശാപങ്ങളെയും ഇല്ലാതാക്കുകയും അത് ബോധത്തെ ശുദ്ധമാക്കുകയും ചെയ്യുന്നു. ത്രിലോകങ്ങളിലെ സകല ചരാചരങ്ങൾക്കും ഈ ദിവസത്തേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു ദിവസമില്ല. അങ്ങനെ വരാഹപുരാണത്തിൽ നിന്നും ഈ കാമത ഏകാദശി അഥവാ ചൈത്ര ശുക്ല ഏകാദശി മഹാത്മ്യങ്ങളുടെ വ്രജവാസി വർണ്ണന ഇപ്രകാരം അവസാനിക്കുന്നു. അതുകൊണ്ട് നാളെ കാമത ഏകാദശിയാണ്, ചൈത്ര ശുക്ലപക്ഷത്തിലെ ഏകാദശി. അത് എടുത്താൽ ത്രിലോകങ്ങളിലും വെച്ച് മഹത്തരമായ മറ്റൊരു ദിവസമില്ല, അതിനേക്കാൾ മോക്ഷം നൽകുന്ന വേറൊരു ദിവസവുമില്ലെന്ന് ഭഗവാൻ തന്നെ വരാഹപുരാണത്തിൽ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇഷ്ടായോ? കഥ മനസ്സിലായോ? ലളിത ഗന്ധർവൻ എങ്ങനെയാണ് നരഭോജിയായത്? രത്നപുരം കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവ ദുശീലങ്ങൾ മാറാൻ, അദ്ദേഹത്തിന്റെ രൂപം മാറാൻ, ജീവിതം മാറാൻ ഭാര്യ ലളിത എങ്ങനെയാണ് ഏകാദശി എടുത്തത്? അപ്പോ നമുക്കും എന്തെങ്കിലുമൊക്കെ കുടുംബജീവിതത്തിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നാളത്തെ ഏകാദശി എടുത്തോളൂ. തീർച്ചയായിട്ടും ഒരു മാറ്റം ഭഗവാൻ തരും. ഓക്കെ, ഹാപ്പി? എടുക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ? ഇഷ്ടമായി?
9:53 അപ്പോൾ ഏകാദശി ബുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം മെസ്സേജ് ഇട്ടാൽ ഞാൻ എഴുതിയെടുക്കും കേട്ടോ. കുറച്ച് സമയം എടുക്കും അഡ്രസ്സ് നോട്ട് ചെയ്തെടുക്കാൻ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലാലി ശ്രീനിവാസൻ മാതാജിക്കും ഏകാദശി ബുക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ മാതാജിയുടെ കുറേ ഓർഡേഴ്സ് ഉണ്ട്. അതിൽ 1, 2, 3, 4 സാധനങ്ങളൊന്നും ഇല്ല. ദേവി മഹാത്മ്യം ക്ലാസ് എടുക്കുന്ന ബുക്കൊന്നും എത്തിയിട്ടില്ല. അത് കിട്ടുമ്പോൾ അതും അയച്ചിടാം. അപ്പം എല്ലാവരും നാളെ കാമത ഏകാദശി എടുക്കുക. സന്തോഷമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഇന്നത്തെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ഏകാദശിയുടെ തലേ ദിവസം. പിന്നെ ഈ ഒരു ഏകാദശിയുടെ വിവരണം ഭഗവാൻ പറയുന്നു, കേൾക്കാൻ സാധിച്ചാൽ തന്നെ പുണ്യമെന്ന്, കേൾക്കുന്നവരെടുക്കണമെന്നും. അപ്പം എന്ത് ചെയ്യണം? ഏകാദശി എടുക്കുക. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തരട്ടെ. സമാധാനമായിട്ട് കിടന്നുറങ്ങുക, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. എന്താ പറയുക, റിലാക്സ് ആയിട്ടിരിക്കുക. ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹം തരും. എന്ത് വേണ്ടാന്ന്? ക്ലാസ് വൈൻഡപ്പ് ചെയ്യണ്ടെന്നോ? എനിക്ക് വിശക്കണു. നാളെ രാവിലെ 4:45 പോകണം. നാളെ എടുക്കാം, നാളെ വൈകിട്ട് എടുക്കാം കേട്ടോ. എല്ലാവരും നാളെ ഏകാദശി എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് की जय, गुरु महाराज की जय. ओम श्री मात्रे नमः. राधा पवनपुरेशन की जय. പ്രീത നെൽസൺ അയച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ആർക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്നുള്ളത്. ബിന്ദമ്മ ഒരു മിനിറ്റ് വരൂ, ഇപ്പം പറഞ്ഞുതരാം ആർക്കൊക്കെ അയച്ചു. ഒന്ന് ഈ AC-ൻ്റെ വെള്ളം അങ്ങോട്ട് നീക്കി വെച്ചാൽ മതി. നമ്മുടെ ബുക്കില്ലേ, രജിസ്റ്റർ ഇല്ലേ, ഏകാദശിയുടെ ഒക്കെ അഡ്രസ്സ് എഴുതിച്ചൊന്നും എടുത്തരും. അത് പുതിയ രജിസ്റ്റർ ഞാൻ ഇപ്പം വായിച്ചുതരാം ആർക്കൊക്കെ അയച്ചു എന്നുള്ളത്. അപ്പം ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഈ മേശയ്ക്കകത്ത്. ഇനി അത് ഇതിൽ പേരില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് കിട്ടും, അപ്പം ഞാൻ അയച്ചുതരാം. പിൻകോഡ് കൃത്യമായിട്ട് അയക്കുക. ഈ ഗൾഫിൽ നിന്നൊക്കെ ഓർഡർ തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ലോക്കൽ നമ്പർ ഉണ്ടാവില്ലേ, അത് പ്രത്യേകം വെക്കണം കേട്ടോ. കാരണം ഗൾഫിലെ നമ്പറൊന്നും നമുക്ക് പോസ്റ്റ് ഓഫീസിൽ എഴുതി കൊടുക്കാൻ പറ്റൂല, അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വായിച്ചുതരാം ആർക്കൊക്കെ അയച്ചു. ഉഷാദേവി, ചിഞ്ചു സി പ്രസാദ്, പുഷ്പലത, അമ്പിളി M, ചന്ദ്രിക, സുനിത VP, അംബിക, സിനി ഷിബു, അഞ്ജന അരുൺ, ശ്രീകല K, ഷൈജ സുനിൽ, ലീലാവതിയമ്മ, ലത IS, രജനി, ഷീന S, ബിനു B, ഗിരിജ ബേബി, മോഹിനി, പൊന്നമ്മ ഹരിദാസ്, അനിത മുരുകൻ, ബൃന്ദ, ജലജകുമാരി, രാജലക്ഷ്മി പിള്ള, പ്രാർത്ഥിക്കാം മാതാജി, ശാന്ത S, ബിന്ദു രമേശ്, അഭിത വിശ്വൻ, ജയശ്രീ, സുധ S നായർ, രചിത K, ഇന്ദിര ബാലകൃഷ്ണൻ, ഓമന G, മീന G, പ്രസീത GG, ഷിംന, ശോഭനകുമാരി, രുക്മ R, രാജേശ്വരി MR, വത്സല, അംബിക ശിവദാസ്, ബിജു, ബീന M, രമ്യ രമേശ്, JC S, ശ്രീകല L, ജാനകി വാസു, സുനിത VP, ലാലി ശ്രീനിവാസൻ, പ്രസന്ന രാധാകൃഷ്ണൻ, ഉണ്ണിപ്പിള്ള, ശുഭ. ഇത്രയുമാണ് ഞാൻ അയച്ചത്. 50 ബുക്ക് വന്നിരുന്നു. ഒരെണ്ണം ഞാനെടുത്തു. 49 എണ്ണം അയച്ചു. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ തന്നാൽ ബുക്ക് ഞാൻ എത്തിക്കാം. ഇതാണ് ആ ബുക്ക്. നല്ല ബുക്കാണ്. നമ്മുടെ ഇസ്കോണിൻ്റെയാണ് കണ്ടോ. അതുകൊണ്ട് തന്നെ ആധികാരികമായിരിക്കും. വളരെ കുറച്ച് കോപ്പിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്താലേ അവരത് അയച്ചു തരും. അപ്പോൾ ഉണ്ടോ മാതാജിയുടെ പേരുണ്ടോ? വൃന്ദ മാതാജി. അപ്പോൾ ഇത്രയും പേർക്ക് അയച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ മഞ്ജരീസിൻ്റെ നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. 93 42 49 49 41. അതിലേക്ക് മെസ്സേജ് ഇടൂ. അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം നമുക്ക് രാവിലെ പ്രഭാത മഞ്ജരി വരുന്നില്ലേ? ഞാൻ ഡെയിലി ഒരു ഇതോടുകൂടി അയച്ചിട്ടില്ല അല്ലേ? മെസ്സേജ് ഇട്ടോളൂ കേട്ടോ, ഞാൻ നോക്കാം. നമ്മൾ പ്രഭാത മഞ്ജരി ഇടാറില്ലേ വാട്സപ്പിൽ ഗ്രൂപ്പിൽ? ഒരു കലണ്ടറോട് കൂടി ഇടാറില്ലേ? ആ കലണ്ടറിൻ്റെ അടിയിൽ നക്ഷത്രം
എല്ലാം കൃത്യമായിട്ടുണ്ട്. അതിൽ പ്രഭാതമഞ്ജരിയിൽ നമ്മൾ മോട്ടിവേഷന്റെ താഴെയായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, കുറച്ചും കൂടെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക, ഹൈന്ദവമായിരിക്കുന്ന കുറേ ഡൗട്ട്സ് ഉണ്ടല്ലോ, ആ ഡൗട്ട്സ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഇന്നിപ്പം നമ്മളെ പഞ്ചാക്ഷരി മന്ത്രം, എന്തുകൊണ്ടാണ് നമ്മൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത്, അതിൻ്റെ പവിത്രത എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ആ പഞ്ചാക്ഷരി മന്ത്രത്തിന് പവറുണ്ട് എന്നുള്ള പല പല കാര്യങ്ങളും നമ്മൾ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ദയവായിട്ട് ആ ഒരു മെസ്സേജുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വളരെ ശക്തമാണ് നമ്മൾ അതിലിടുന്ന ഓരോ അറിവുകളും. അപ്പം അതൊക്കെ മാക്സിമം മനസ്സിലാക്കുക. പിന്നെ വിഷ്ണു സഹസ്രനാമം എന്താണ്, ലളിത സഹസ്രനാമം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ജപിക്കുന്നത്, അല്ലെങ്കിൽ വിഘ്നേശ്വരനെ, ഗണപതി ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് പ്രഥമ പൂജനീയനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും കുറച്ചും കൂടെ ആധികാരികമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കുക. ഓക്കെ, വായിക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി നാളെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഹരേ കൃഷ്ണ, ശുഭരാത്രി.